താങ്ക് യു ഷൈന മാം. ഷൈന മാമിന്റെ ഗെയിംസും അതേപോലെ തന്നെ പബ്ലിക് സ്പീക്കിങ്ങിന്റെ കുറച്ച് പോയിന്റ്സുകളൊക്കെ കിട്ടി. ഇതേപോലെ നിങ്ങൾക്കും എടുക്കാം. നമ്മുടെ ക്ലബിൽ ഒരു കുറച്ച് സമയം എന്താണ് അല്ലെ, ഷൈന മാം എടുത്ത പോലെ തന്നെ മറ്റ് ആളുകൾക്കും ഇതേപോലെ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും, എനിക്ക് എടുക്കണമല്ലോ എന്നൊക്കെ ഉള്ളൊരു താല്പര്യമുള്ളവരുണ്ടാവും. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കുറച്ചും കൂടിയും എന്തെങ്കിലും ഒരു നമുക്കൊരു സംഭവം എവിടെന്നെങ്കിലും കിട്ടി. ഇപ്പൊ ഷൈന മാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെയിംസിന്റെ ഒരു ക്ലാസ്സിന് പോയപ്പോൾ ഷൈന മാം പറഞ്ഞു, എൻ്റെ കുറെ ഗെയിംസ് ഉണ്ട് സാറേ, നമുക്ക് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓ ഷുവർ, കാരണം നമുക്കത് പിന്നെ ഇവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് ഉപകരിക്കുമല്ലോ. അപ്പൊ ആ രൂപത്തിൽ നിങ്ങൾ എവിടെന്നെങ്കിലും ഒക്കെ പോയിട്ട് എന്തെങ്കിലും നല്ലൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ എന്നോട് ഷെയർ ചെയ്യാം. അപ്പോൾ സുമേഷ് സാറും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുമേഷ് സാറിന്റെ കയ്യിൽ കുറെ സാധനം ഉണ്ട് ഇതേപോലെ എവിടെ പോയപ്പോൾ കിട്ടിയിട്ടുണ്ടെന്ന്. ഒബ്വിയസ്ലി നമുക്ക് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ വരിക, നമ്മൾ ഷെയർ ചെയ്യാം അല്ലെ. നമ്മളിപ്പോ പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോകുന്ന നമ്മളെ വൈഫിന് കൊടുക്കും, അല്ലെങ്കിൽ നമ്മളെ ഹസ്ബൻഡിന് കൊടുക്കും, നമ്മളെ മക്കൾക്കൊക്കെ കൊടുക്കൂലേ. ഇതേപോലെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ വരിക, തരാൻ പറ്റുന്നതാണെങ്കിൽ അല്ലെ, നമുക്ക് തരാൻ പറ്റുന്ന സാധനമാണെങ്കിൽ തരാം, തരാൻ പറ്റാത്താണെങ്കിൽ നമുക്ക് പറ്റില്ലല്ലോ. തരാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും തരാന്നുള്ളതാണ്. അപ്പോൾ താങ്ക് യു ഷൈന മാം, സന്തോഷം. അപ്പോ ഓക്കെ, പറ്റാവുന്നവരൊക്കെ ഒന്ന് വീഡിയോയിൽ വന്നേ, പറ്റാവുന്നവരൊക്കെ വന്നേ, എല്ലാവരും വീഡിയോയിൽ ഒന്ന് വന്നേ, പറ്റാവുന്ന എല്ലാവരും വീഡിയോയിൽ വാ. ഓക്കെ, അപ്പോ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ കോഴ്സ് നമ്മൾ എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൺലൈൻ കോഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പൈസ ഉണ്ടാക്കുന്നത് ഓൺലൈൻ കോഴ്സിലൂടെയാണ്. ഇന്ററാക്റ്റീവ് ആവണ്ട, നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സിലൂടെയാണ് ആളുകൾ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഇപ്പൊ ഞാന് പൈസ ഉണ്ടാക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഒരു എക്സാമ്പിൾ ഞാനാണ്. ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന പറയുമ്പോൾ നിങ്ങളെ ഞാൻ കോടി ഉണ്ടാക്കിയെന്ന് വിചാരിക്കരുത്. ഒരു പിന്നെ കോഴ്സിന്റെ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. കോഴ്സുകൾ മനസ്സിലായില്ലേ, ഇതേപോലെ തന്നെ ഒത്തിരി ആളുകളുണ്ട്. അപ്പോ ഓൺലൈൻ കോഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ മേഖലയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ പോലും അത് കണ്ടെത്താൻ നമ്മൾക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ അടുത്ത് ഒരു കുട്ടിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിരുന്നു? ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കഴിഞ്ഞ ബാച്ചിലുള്ള ടീമുകൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു വൈറലായിരുന്നു, ടോട്ടൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി US-ലുള്ള UK-ലൊക്കെ ഉള്ള കുട്ടികൾക്ക് ചാറ്റ് GPT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഡോളറുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോ അവന്റെ ഫാദറും മദറൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ ആര് ചെയ്യുന്നുണ്ട്? ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു +2-ന് പഠിക്കുന്ന ഒരു കുട്ടി, അവൻ ആകെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ക്യാൻവ എന്ന് പറഞ്ഞ അറിയില്ല നിങ്ങൾക്ക്? ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അറിയോ? ക്യാൻവ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അറിയാത്തവരുണ്ടോ? നമ്മൾ കോഴ്സിന്റെ ഭാഗമായിട്ട് ക്യാൻവയുടെ ഒരു ഇതൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ക്ലബ് മീറ്റിംഗിൽ നമ്മൾ മുന്നേ ഇവിടെ ക്യാൻവയുടെ ഒരു പോസ്റ്റർ ഡിസൈനിങ്ങിന്റെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാൻവ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ്, മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റർ ഉണ്ടാക്കാം. ഇപ്പൊ ഇവന്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ യൂട്യൂബേഴ്സ് ഉണ്ടാവുമല്ലോ, ഈ ഡെയിലി യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവർക്ക് എന്ത് വേണം? ഈ യൂട്യൂബിന് തമ്പനെയിൽ വേണം. തമ്പനെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ അതിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു പിന്നെ റൈറ്റപ്പ് ഒക്കെ ഉള്ള ഒരു സാധനമില്ലേ, ഒരു പിക്ചർ ഒക്കെ ഉണ്ടാവില്ലേ, അവിടെ എഴുതിയിട്ടുണ്ടാവും ഇങ്ങനെ. ഇപ്പൊ ഞാനൊക്കെ കൊടുക്കുന്ന സമയത്ത് ട്രെയിനിങ് എങ്ങനെ ബെനിഫിറ്റ്, ട്രെയിനർ ആയാൽ എന്താണ് മെച്ചം എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ യൂട്യൂബിന്റെ ഇങ്ങനെ തമ്പനയിലൊക്കെ കാണില്ലേ. ഇതേപോലെ തമ്പനയിൽ, ഒരു തമ്പനയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ 250 രൂപ കിട്ടും. ഒരു തമ്പനയിലിന് എത്രയാണ്? 250 രൂപ. അപ്പൊ ഞാനിപ്പോ ഒരു ഉദാഹരണത്തിന് ഞാനാണെന്ന് കരുതാം, ഞാനൊരു യൂട്യൂബർ ആണെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും ഇതേപോലെ വീഡിയോ ഉണ്ടാവും. അപ്പൊ ഇതിന് തമ്പനയിൽ വേണമല്ലോ. അപ്പൊ ഞാൻ തന്നെ ഇരുന്ന് ഉണ്ടാക്കൂല, എനിക്ക് സമയമില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആ പയ്യനെ കോണ്ടാക്ട് ചെയ്യും. അപ്പൊ അവന് 250 രൂപ. ഇവനക്ക് ഇത് ഈ തമ്പനയിൽ ഉണ്ടാക്കാൻ ആകെ 10 മിനിറ്റേ വേണ്ടു. +2-ന് പഠിക്കുന്ന കുട്ടിയാണ് ഇവൻ. ചിലപ്പോ സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ, അല്ലെങ്കിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഇന്റർവെലിന്റെ ഇടയിലൊക്കെ അവൻ ഉണ്ടാക്കുക. ഒരു ദിവസം ഒരു 4 തമ്പനയിൽ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര പൈസയായി? 1000 രൂപയായി. ഒരു ദിവസം 1000 രൂപയായി. 30 ദിവസത്തിന് എത്ര പൈസയായി ജിജോ സാറേ? 30,000.
30,000 അല്ലേ? നമ്മൾ ഗൾഫിൽ പോയിട്ട് അവിടെ കഷ്ടപ്പെട്ട് വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ പോലും 30,000 നാട്ടിൽ കയക്കാൻ പറ്റൂല. അതെ. ഇവൻ ഇന്റർവെൽ ടൈമിന് 4 ഇന്റർവെൽ ടൈമിന് 4 പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് 30,000 രൂപ ഉണ്ടാക്കി. അപ്പോ അതെ. ഇതാണ് ഇന്നത്തെ കാലം. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു ടീച്ചർ ആണെന്ന് കരുതാ. ടീച്ചർ രാവിലെ പിന്നെ എത്ര മണിക്ക് പോകണം സ്കൂളിൽ? 10 മണിക്ക് അല്ലെങ്കിൽ 9:30ക്കുള്ള സ്കൂളിലേക്ക് 8 മണിക്ക് 8:30ക്ക് പോണ ടീച്ചർമാരുണ്ട്. വൈകിട്ട് 5 മണി 5:30 6 മണി വരെ പിന്നെ അപ്പൊ ആ സമയത്താണ് വീട്ടിലേക്ക് വരാം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാലും ചിലപ്പോൾ വർക്ക് ഷീറ്റുകൾ ഇവാലുവേഷൻ അതും ഇതൊക്കെ ചെയ്യാനുണ്ടാവും. എന്നിട്ടും ചിലപ്പോൾ പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് ചിലപ്പോൾ കിട്ടുക 8,000 റുപ്യ 9,000 റുപ്യ 10,000 റുപ്യ ഒക്കെ ആയിരിക്കും കിട്ടുക. അല്ല ഞാനൊരു ഇത് പറയാണ്. അപ്പോ ഇന്നത്തെ കാലം മാറി. നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ പലപ്പോഴും നമ്മളത് ചെയ്യുന്നില്ല. സൂം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതിൽ എത്ര പേർക്ക് സൂം സ്വന്തമായിട്ട് ID ക്രിയേറ്റ് ചെയ്യാൻ അറിയാം? എത്ര പേർക്ക് സൂമിന്റെ ID സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ആർക്കൊക്കെ അറിയാം? ശ്യാം സാറിന് അറിയാം. പിന്നെ ആർക്കറിയാം? എനിക്കറിയാം. ഞാൻ എനിക്കറിയാം. ഗൂഗിളിൽ ചെയ്തു, പക്ഷെ ഇതിനകത്ത് ഇതുവരെ അങ്ങോട്ട് ആകാൻ പറ്റിയില്ല. ആകാൻ പറ്റിയിട്ടില്ല. ഓക്കെ. പറ്റിയിട്ടില്ല. വേറെ പിന്നെ ശ്യാം സാർ ഉണ്ട്. പിന്നെ ജിജോ സാർ പറ്റോ? എനിക്കറിയാം. അറിയാം. വേറെ പിന്നെ ഗൂഗിൾ ആർക്കറിയാം? മീറ്റിൽ ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റിൽ ID ഗൂഗിൾ മീറ്റിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. സൂമില് ഓക്കെ. ബിമോള് ചെയ്തിട്ടുണ്ടാവോ? അപ്പൊ ഈ ID ക്രിയേറ്റ് ചെയ്യല് മാത്രല്ല, ID ക്രിയേറ്റ് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, ആ റെക്കോർഡിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുക, റെക്കോർഡ് ഡൗൺലോഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക, ഇങ്ങനെ കുറച്ച് സംഭവം. അതേപോലെ തന്നെ മ്യൂട്ട് ചെയ്യല്, അതേപോലെ തന്നെ പിന്നെ കുറെ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ. ഞാൻ അന്ന് നിങ്ങൾക്ക് ഒരു സൂം ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ 2 ഹവേഴ്സിന്റെ നമ്മൾ ക്ലബ് മീറ്റിംഗിൽ എടുത്തതാണ്. ഇതേപോലെ തന്നെ നമ്മൾ ക്ലബ് മീറ്റിംഗ് വിളിച്ചിട്ട് അന്ന് എല്ലാവർക്കും വേണ്ടി എടുത്ത ക്ലാസ് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തന്നിട്ടുണ്ടാവും. സൂം ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ 2 ഹവേഴ്സിന്റെ ക്ലാസ് ആണ് ഞാൻ എടുത്തത്. അതായത് സൂം മാത്രം, വേറെ ഒന്നുമില്ല അതിൽ. സൂമിന്റെ ഫീച്ചേഴ്സ് മാത്രം എടുത്ത ക്ലാസ് ആണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂമിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ എത്ര പേരുണ്ട് ഇവിടെ? ഇവിടെ 14 പേരുണ്ട്. ഈ 14 പേരെയും നമുക്ക് ഒരു 4 റൂമിലേക്ക് മാറ്റാം. നിങ്ങൾക്കറിയോ? നിങ്ങൾ ആ ഒരു ഫീച്ചർ എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ബ്രേക്ക് ഔട്ട് റൂമിൽ ഉണ്ട് പോയിട്ട് സാറേ. ഉണ്ട്. ഉണ്ട്. വേറെ ഒരു സെഷന്റെ 2 തവണ കണ്ടിരുന്നു അല്ലെ? ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് പണ്ട് അത് കേറി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങൽ എങ്ങനെയാന്ന് ഭയങ്കര കൺഫ്യൂഷനാ. തിരിച്ച് നമ്മൾ ഗ്രൂപ്പിലേക്ക് എത്താൻ ഒരുപാട് പാടുപെട്ടു. അതെ. അപ്പോ നമ്മൾക്ക് എന്താണ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. 4 ടീമൊക്കെ ആക്കിയിട്ട് ഒരു 4 പേര് ആ റൂമിൽ പോകുന്നു. തിരിച്ച് ടൈം ഔട്ട് ചെയ്ത് ടൈമർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈം ആകുമ്പോൾ എല്ലാവരും കൂടി തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അപ്പൊ ഈ രൂപത്തിൽ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മളത് മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, അതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. ഇതൊക്കെ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മള് വാട്സപ്പ് വന്നപ്പോ നമ്മള് ഇപ്പൊ എത്ര വയസ്സുള്ള ആൾക്കാരായി കഴിഞ്ഞാലും വാട്സപ്പ് അറിയാത്തവരുണ്ടോ? എന്റെ വീട്ടിൽ എന്റെ ഉമ്മൊക്കെ അടിപൊളിയായിട്ട് ഇപ്പൊ എല്ലാവർക്കും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒരു രക്ഷയില്ല. ഭയങ്കര സംഭവമാണ്. ഉമ്മ ഉപ്പ ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആണ്. ഗുഡ് മോർണിംഗ് അയക്കുക, അത് മെസ്സേജ് അയക്കുക, പിന്നെ പൂന്തോട്ടം പൂവുകളൊക്കെ എടുത്തിട്ട് പിന്നെ അയക്കുക, ഇതൊക്കെ പരിപാടി. ഗൂഗിൾ പേ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഗൂഗിൾ പേ ചെറിയ മുതൽ ഏറ്റവും വലിയ എല്ലാവർക്കും അറിയില്ലേ? അപ്പോ ഇത് പഠിച്ചെടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റും. നമ്മൾ ആദ്യമേ ചിന്തിക്കുകയാണ് എനിക്ക് പറ്റില്ല എന്ന്. പഠിച്ചെടുക്കണം, അതല്ലെങ്കിൽ അത്യന്താപേക്ഷിതമാണ് അല്ലെ? പറയാണ് എന്താണ് നമ്മൾ സാധാരണ പറയല്ല, നാളെ ഓഫീസിൽ അല്ലെങ്കിൽ അടുത്ത മാസം മുതൽ നീ ഓഫീസിൽ വരണമെങ്കിൽ നീ പിന്നെ എന്തായാലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഷീബ മാമിന്റെ കോഴ്സിൽ ചേരും അല്ലേ? കാരണം എന്താണ്? ജോലി പോവൂലേ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ എന്തായാലും സന്തോഷം. അതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു. അപ്പൊ നമുക്ക് ഒരു ഓൺലൈൻ കോഴ്സിന് ഒരുപാട് നമുക്ക് പിന്നെ ഒരുപാട് ഫലങ്ങളുണ്ട്. അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ അത് നമുക്ക് അറിയാത്തതാണ്. നമ്മളെപ്പോഴും ഫിസിക്കൽ മാത്രമേ ചെയ്യൂ എന്നുള്ള ഒരു ആഗ്രഹത്തോടെ നിൽക്കുന്ന ആൾക്കാരാണ്. ഫിസിക്കലൊക്കെ ചെയ്യുന്നതിനേക്കാൾ 10 ഇരട്ടി നമുക്ക് ഒരു ഡെവലപ്മെന്റ് നമുക്ക് ഓൺലൈനിലൂടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെയാന്നുള്ള ഒരു ഡിസ്കഷൻസ് നമുക്ക് കൊണ്ടുവരാം. ഓക്കെ. അപ്പൊ അതില് ആദ്യം വേണ്ടത് ഒരു ഓൺലൈൻ കോഴ്സ് നമുക്ക് രൂപപ്പെടുത്താൻ ഉള്ള ഒരു ആഗ്രഹമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദ്യം വേണ്ടത് മൈൻഡ് സെറ്റ് ആണ്. ഓക്കെ.
ഒരു നിങ്ങൾ ഇത് കാണുന്നില്ല? ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കാണുന്നില്ലേ? കാണുന്നുണ്ട്. കാണുന്ന ഓക്കെ 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 ഓക്കെ. അപ്പോ ഇതിന് ആദ്യം വേണ്ടത് മൈൻഡ് സെറ്റ് ആണ്. ഓക്കെ, ആദ്യം എന്താണ്, നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക. അത് എപ്പോഴും നമ്മൾ പറയും ബിസിനസ് മൈൻഡ് സെറ്റ് എന്ന് പറയില്ലേ, എന്നതുപോലെ തന്നെ നമുക്ക് എന്താണ്, നമുക്കൊരു മൈൻഡ് സെറ്റ് വേണം. എല്ലാവർക്കും നല്ല മൈൻഡ് സെറ്റ് വേണം. ആ മൈൻഡ് സെറ്റ് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആയിരിക്കണം. നമ്മുടെ ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു കോച്ച്, ഇതിനെ ശരിക്കും പറയാന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ് എന്നാണ് പറയാ കേട്ടോ. ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറേ ഒന്നും പഠിക്കണ്ട, കുറേ ഒന്നും പഠിക്കണ്ട. അപ്പൊ ഇന്ന് ഞാൻ ഒരാളെ വിളിച്ചപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. നമ്മളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം പോയി പഠിക്കും, പഠിക്കാത്ത ഒന്നും ഉണ്ടാവൂല, എല്ലാം പഠിക്കും. ഈ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കോഴ്സ്, ഈ കോഴ്സ് കഴിയില്ല, അപ്പോഴത്തേക്കും മറ്റേതിൽ ചേരും. എന്നിട്ട് ഇതിന് ചേരണോ അതിന് ചേരണോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഇത് രണ്ടിലും പോകാൻ പറ്റൂല നമുക്ക്. ആലോചിച്ചിട്ടേ സ്ട്രെസ് തോന്നിട്ട് അന്ന് തലവേദന വരും. അപ്പൊ അതാണ് നമ്മളെ അവസ്ഥ. എന്നാല് ഇതിലേതെങ്കിലും ഒന്ന് നന്നായിട്ട് അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. കൗൺസിലിംഗ് പഠിക്കും, മറ്റോടത്ത് പോയിട്ട് EFT പഠിക്കും, ഇപ്പുറത്ത് പോയിട്ട് ട്രെയിനിങ് പഠിക്കും, എല്ലാം പഠിക്കും. എന്നിട്ട് ഒരാളെ കിട്ടി കഴിഞ്ഞാൽ കൗൺസിലിംഗ് ചെയ്യോ? ഇല്ല, കൗൺസിലിംഗ് എനിക്ക് അത്ര അറിയില്ല. എന്നാ ട്രെയിനിങ് എടുക്കോ? അതും അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോ നമ്മൾ പഠിച്ചോ, എല്ലാം പഠിച്ചോ, പക്ഷെ ഒരെണ്ണത്തിലെങ്കിലും നിങ്ങൾ പുലിയാവണം. ഏതെങ്കിലും ഒന്നില് ഒരെണ്ണം മതി. ആ ഒരെണ്ണം വെച്ച് നമുക്ക് കാശുണ്ടാക്കാം. അപ്പൊ ഞാൻ ഈ കാശുണ്ടാക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പിന്നെ കാശുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശില്ലാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് കയ്യിൽ ഒരു സാധനം മേടിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. മനസ്സിലായില്ലേ? നമ്മളെ ഇത്രയധികം പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം വേറെ ഇല്ല. അപ്പോ നമുക്ക് പൈസ ഉണ്ടാവണം. ശരിക്കും നമ്മുടെ ആവശ്യങ്ങൾക്ക് പൈസ ഉണ്ടാവണം. നമ്മുടെ മക്കൾക്ക്, നമ്മളുടെ അടുത്തൊരു തലമുറക്ക് ജീവിക്കാനുള്ള പൈസ നമ്മൾ ഉണ്ടാക്കാൻ പറ്റണം, നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു മോശം കാര്യമൊന്നുമല്ല. പൈസ നമ്മൾ ഉണ്ടാക്കണം, പൈസക്ക് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കണം. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അതാണ് ഫസ്റ്റ് വേണ്ടത്. ഒരു പിന്നെ ഓൺലൈൻ ക്രിയേറ്റർക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് നല്ല മൈൻഡ് സെറ്റ് വേണം. അപ്പൊ ഈ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ മൈൻഡ് സെറ്റ് പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് വിൻ 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 ആണ്. ഈ മൈൻഡ് സെറ്റ് വിൻ വിൻ വിൻ. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറും വിന്നല്ല. വിൻ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വിന്നാണ്. എന്നാൽ ഒരു വിന്നിന് പകരം നമ്മൾ 3 വിന്നാണ് പറയുന്നത്. 3 വിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വി വിൻ, അതാണ് ആദ്യത്തത്. അതായത് നമ്മൾ വിൻ ചെയ്യുന്നു. രണ്ടാമത്തത് അവർ സ്റ്റുഡന്റ് വിൻ. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ വിൻ ചെയ്തു, നിങ്ങൾ വിൻ ചെയ്തു. ഞാൻ വിൻ ചെയ്തു, ജിജോ സാറ് വിൻ ചെയ്തു. ഇനി ആര് വിൻ ചെയ്യണം? ജിജോ സാറിന്റെ സ്റ്റുഡന്റ് വിൻ ചെയ്യണം. അതെ, മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഇതിന്റെ സ്റ്റെപ്പ്. അതായത് ഞാൻ വിൻ ചെയ്തു, ജിജോ സാറ് വിൻ ചെയ്താൽ മാത്രം പോരാ, ജിജോ സാറിന്റെ പിന്നെ അടുത്ത ലെവലും കൂടി വിൻ ചെയ്യണം. മനസ്സിലായില്ലേ? ഇങ്ങനെയായിരിക്കണം നമ്മുടെ കോൺസെപ്റ്റ്. അതായത് ഞാനിപ്പോ ജിജോ സാറിന്റെ പൈസ മേടിച്ചു, അപ്പൊ എനിക്ക് പൈസ കിട്ടി. ജിജോ സാറിന്റെ ഞാൻ പൈസ മേടിച്ചു, അല്ലെങ്കിൽ ജാസ്മിൻ മേമിന്റെ ഞാൻ എന്ത് ചെയ്തു? പൈസ മേടിച്ചു. ഫീ 2999. അപ്പൊ ഞാൻ പൈസ മേടിച്ചു, പോക്കറ്റിലേക്ക്. അപ്പൊ ഞാനാരായി? ഞാൻ വിൻ ചെയ്തു. എന്നിട്ട് ജാസ്മിൻ മാമിന് പങ്കെടുക്കാൻ പറ്റിയില്ല, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് ജാസ്മിൻ മാം പോയി. പക്ഷെ അപ്പോഴും ഞാൻ വിൻ ചെയ്തു. പക്ഷെ ജാസ്മിൻ മാം വിൻ ചെയ്തോ? ഇല്ല, അല്ലെ? അതല്ലെങ്കിൽ ജാസ്മിൻ മാം വേറൊരു കാര്യത്തിന് വേണ്ടിയാണ് എന്നെ ബന്ധപ്പെട്ടത്. ജാസ്മിൻ മാമിനോട് വേറൊരാളെ പറയാം. ഷൈല മാം വേറൊരു കാര്യത്തിനാണ് എന്നെ ബന്ധപ്പെട്ടത്. അപ്പൊ ഞാൻ ഷൈല മാമിനോട് പറഞ്ഞു, ഷൈല മാം അതിനേക്കാൾ നല്ലത് എന്റെ കോഴ്സാണ്. ആ കോഴ്സ് അല്ല, ഷൈല മാം ശരിക്കും വേറെ ഏതോ കോഴ്സ് എടുക്കാനാണ് വന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എന്റെ സെയിൽസ് മാർക്കറ്റിംഗ് ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഷൈല മാമിനെ കൺവിൻസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? എന്റെ കോഴ്സിലേക്ക് കൊണ്ടുവന്നു. ഷൈല മാമിന് അതെല്ലാം വേണ്ട. പക്ഷെ ഷൈല മാമിന് അതൊരു പ്രശ്നമുണ്ട്, നോ പറയാൻ അറിയില്ല. അപ്പോ ഷൈല മാം എന്ത് ചെയ്ത്? അങ്ങനെ അവസാനം ചെയ്ത് പൈസ അടച്ച്. ഷൈല മാമിന് അത് ഉപകാരപ്പെട്ടില്ല. എനിക്കാണെങ്കിൽ എന്താ ചെയ്ത്? ഞാൻ വിൻ ചെയ്തു, കാരണം എനിക്ക് 3000 കിട്ടിയല്ലോ. അപ്പൊ ആ കോൺസെപ്റ്റ് അല്ല നമുക്ക് ഉണ്ടാവേണ്ടത്. മറിച്ച്
വിൻ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിൻ ചെയ്യുകയാണെങ്കിൽ എന്റെ സ്റ്റുഡൻസും വിൻ ചെയ്യണം. മാത്രല്ല എന്റെ സ്റ്റുഡൻസ് വിൻ ചെയ്യണമെങ്കിൽ എന്റെ സ്റ്റുഡൻസ് ശരിക്കും വിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ആ സ്റ്റുഡൻസ് വിൻ ചെയ്യുമ്പോഴേ ശരിക്ക് ആര് വിൻ ആവുള്ളൂ? നമ്മുടെ സ്റ്റുഡന്റ് വിൻ ആവുള്ളൂ അല്ലെ? ഇത് ഒരു ചെയിൻ സിസ്റ്റം പോലെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വാല്യൂ നമ്മൾ കീപ്പ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ വിൻ 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 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സെറ്റ് ആണോ? പൈസ മേടിച്ച് പോക്കറ്റിലാക്കുന്ന പരിപാടി അല്ലാന്ന്. ഓക്കെ. അപ്പൊ ആ മൈൻഡ് സെറ്റിൽ നമ്മൾ ഉണ്ടാവുക. കാരണം ഇതിവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം ഉഡൂമി ഒക്കെ അറിയില്ലേ? ഉഡമി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഒക്കെ അറിയാം. ഓൺലൈൻ കോഴ്സിന്റെ ഒരു ലോകമാണ് ഉഡമി എന്നൊക്കെ പറയുന്നത്. ഈ ഉഡമിയിലൊക്കെ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് കോഴ്സ് ഫിനിഷ് ചെയ്യുന്നതിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5% ആണ്. അതായത് നമ്മളെ വീട്ടിലെ ഇപ്പൊ റീഡിങ്ങിനെ കുറിച്ചായിരുന്നല്ലോ നല്ല ചർച്ച. നമ്മളെ വീട്ടിൽ വായിച്ച പുസ്തകങ്ങളായിരിക്കോ വായിക്കാത്ത പുസ്തകങ്ങളായിരിക്കോ കൂടുതൽ? എന്താണ്? വായിക്കാത്ത പുസ്തകം തന്നെ കൂടുതൽ അല്ലേ? നമ്മളെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വായിക്കാത്ത പുസ്തകങ്ങളായിരിക്കും. പുസ്തകങ്ങള് അവിടെ നിന്നിട്ട് എന്നെ ഒന്ന് എടുക്കൂ എന്നിങ്ങനെ തേഞ്ഞ് കരയുന്നുണ്ടാകും. ഞാൻ എത്ര നാളായി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ടാവും. ഒരുപാട് പുസ്തകങ്ങൾ കൊണ്ടുപോയിച്ചേക്കും. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് പെർസെന്റേജ് നോക്കുന്ന സമയത്ത് എന്നാ പറഞ്ഞ പോലെയാണ് കോഴ്സുകൾ ഉഡുമിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പർച്ചേസ് ചെയ്ത് നോക്കും, കാണാന്ന് വിചാരിക്കും, എന്നാ കാണൂല. 5% ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോ ഇതേപോലെ നമ്മളെ കോഴ്സ് പർച്ചേസ് ചെയ്ത ഒരാള് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് ഉണ്ടാവണം. ആ ഒരു 5% അല്ല നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മള് ഒരു കോഴ്സ് നമ്മളിൽ ഇപ്പോൾ ഒരു 30 പേര് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 പേർക്ക് നമുക്ക് ക്ലാസ് കൊടുക്കാൻ പറ്റണം. അവിടെയാണ് നമ്മുടെ വിജയം. അത് മറ്റേതിലേക്ക് കണക്റ്റഡ് തന്നെയാണ്. ബട്ട് ആ ഒരു സംഭവം ഇന്റൻഷൻ, അതായത് ദ ഇന്റൻഷൻ ഈസ് നോട്ട് സെയിൽ ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അവര് ഹൗ ദേ ക്യാൻ വിൻ എന്നുള്ളതാണ്. അതായത് അവരെ എങ്ങനെ വിൻ ചെയ്യിപ്പിക്കാം എന്നുള്ളതായിരുന്നു. സെയിലിന്റെ ഒരു വേറെ രൂപമാണത്. ബിസിനസിന്റെ വേറൊരു രൂപമാണത്. ശരിക്കും നമ്മൾ സെയിൽ ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്ന സമയത്ത് കാശ് ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നിങ്ങളെ എങ്ങനെ വിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരിക്കണം എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പൊ അതിന്റെ റിസൾട്ട് ആണ് ശരിക്കും എന്ത്? കാശ്. അതിന്റെ റിസൾട്ട് ആണ് സെയില് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആ രൂപത്തിലാണ് നമ്മൾ പറയാ. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ആർക്കെങ്കിലും സംശയമുണ്ട്? ജോസഫ് സാറ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണുണ്ടോ? ആരുണ്ടെങ്കിൽ എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോ അതാണ് നമ്മൾ വിൻ 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 എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് നമ്മൾ അതിൽ പോയിന്റ് പറയുന്നത് മിഷൻ ഡ്രിവൺ എന്നുള്ളതാണ്. മിഷൻ ഡ്രിവൺ രണ്ടാമത്തെ പോയിന്റ് ആണ്. മിഷൻ ഡ്രിവൺ. അപ്പൊ വിൻ വിൻ കഴിഞ്ഞു. മിഷൻ ഡ്രിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മിഷൻ ഡ്രിവൺ, പിന്നെ മൂന്നാമത്തത് പവർ ഓഫ് പ്രാക്ടീസ് ഇട്ടാ. അപ്പൊ 3 പോയിന്റ് ആണ് അതിൽ വരും മൈൻഡ് സെറ്റില്. വിൻ വിൻ വിൻ, മിഷൻ ഡ്രിവൺ, പവർ ഓഫ് പ്രാക്ടീസ്. ഓക്കെ. അപ്പൊ മിഷൻ ഡ്രിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളൊരു കോഴ്സ് തുടങ്ങാണ്, അതല്ലെങ്കിൽ എന്തോ ആവട്ടെ. ഈ ഓൺലൈൻ കോച്ചിങ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ട്രെയിനിങ് മാത്രമല്ല കേട്ടോ, എന്തും നമുക്ക് ഡിജിറ്റലി നമുക്ക് ചെയ്യാം. നമ്മുടെ സ്കില്ല് ചെയ്യാം. പിന്നെ ചില ആളുകൾ യോഗ ചെയ്യിപ്പിക്കുന്നവരുണ്ട്, യോഗ ട്രെയിനിങ് ഉണ്ട്. അതേപോലെ തന്നെ കൗൺസിലിംഗ് ചെയ്യുന്നവരുണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ചെയ്യുന്നവരുണ്ട്, ട്രെയിനിങ് ചെയ്യുന്നവരുണ്ട്, അതേപോലെ തന്നെ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ എന്ത് സാധനമാവട്ടെ, അതെല്ലാം ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്സിൽ പെട്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മിഷൻ ഡ്രിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു മിഷൻ അതിന്റെ പിന്നിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ട് ഒരു പർപ്പസ് ഉണ്ടാവുക എന്നുള്ളതാണ്. വെറുതെ ഒരു സാധനം വിൽക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമുക്കതിന്റെ പിന്നിൽ, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ സാധാരണ
ഇപ്പൊ വിംബിൾ അക്കാദമി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വിംബിൾ അക്കാദമി എന്ന് പറയുന്ന സമയത്ത് ഞാൻ എപ്പോഴും ട്രെയിനിങ് വെബിനാറിലൊക്കെ പറയുമ്പോൾ ഞാൻ എന്താ പറയാറുള്ളത്? ഞാൻ പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കാദമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഒരു പിന്നിലുള്ള ഒരു മോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരും അതേപോലെ തന്നെ ഒക്കെയുള്ള ആളുകൾ, സ്റ്റക്കായി നിൽക്കുന്നവര്, അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരൊന്ന് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ സഹായിച്ചുകൊണ്ട് അവരെ കുറച്ചും കൂടി ഇൻഎക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് അവരെ എങ്ങനെ ട്രെയിൻ ചെയ്ത് ഒരു ലെവലിലേക്ക് എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ നമുക്ക് കുറച്ചും കൂടി മുകളിലേക്ക് പിന്നെ സ്വന്തമായിട്ട് ഉയർന്നു പറക്കാനുള്ള പ്രാപ്തിയിലേക്ക് എത്തിക്കുന്ന ഒരു വിഷനാണ് നമുക്കുള്ളത് എന്നൊക്കെയാണ് ഞാൻ പറയാം. അല്ലാതെ ഞാൻ വിംബിൾ അക്കാദമി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു 1.5 വർഷം മുമ്പ് ഉണ്ടായതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരുപാട് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ കോഴ്സുകളെല്ലാം നല്ല ക്വാളിറ്റിയാണ്. ഞങ്ങൾ വളരെ ടൈം ബൗണ്ടഡ് ആയിട്ട് തന്നെ ക്ലാസ്സുകളൊക്കെ തീർക്കാറുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ ഏതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? രണ്ടാമത് പറഞ്ഞാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അല്ലേ? ആദ്യം പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ എനിക്കൊരു വിഷൻ ഉണ്ട് അല്ലെ? അല്ല, മറ്റേത് ഞാൻ കള്ളത്തരം പറഞ്ഞതല്ല. മറിച്ച് എന്താണ്, അത് അങ്ങനെ തന്നെയാണ്, അത് ഉള്ള സാധനമാണ്, ഉണ്ടാക്കി പറഞ്ഞതുമല്ല. മറിച്ച് നമ്മളുടെ ഒരു കൾച്ചർ അങ്ങനെ തന്നെയാണ് അല്ലെ? അങ്ങനെയല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലേ? ആരും മിണ്ടണില്ലല്ലോ. ഓക്കെ. അപ്പോ ആ ഒരു വിഷൻ നമ്മൾ പറയുമ്പോ തന്നെ എന്താണ്, അവര് എൻഗേജ്ഡ് ആവും, അവര് സാറ്റിസ്ഫൈ ആകും, അവർ ആ കേൾക്കുന്ന ഒരു വിഷയത്തിൽ. അപ്പൊ അതാണ് നമ്മൾ എന്തായി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സോപ്പ് ആണെങ്കിൽ പോലും, ഒരു സോപ്പ് വിൽക്കുന്ന ഒരാളാണെങ്കിൽ എന്റെ കയ്യിൽ സോപ്പ് ഉണ്ട്, എന്റെ സോപ്പ് പിന്നെ ഇത്ര നീളവും ഇത്ര വീതിയുമുള്ള ഒരു സാധനമാണ്, ഇതിന്റെ കളറ് ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്, ഇത് കുളിച്ചാലും തീരൂല എന്നൊക്കെ പറയുന്നതിനേക്കാൾ വേറൊരു സ്റ്റൈലിൽ പറയാണ് അല്ലെ? ഞാൻ കുറച്ചും കൂടിയും ഈ ഒരു വേൾഡിലുള്ള മനുഷ്യന്മാർ കുറച്ചും കൂടിയും ക്ലീൻ ആയിരിക്കാനും അതേപോലെ തന്നെ കുറച്ചുകൂടിയും നല്ല സ്മെല്ലുള്ള ആളുകളായിട്ട് ഇരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു ഉദാഹരണം പറയാണ്. നിങ്ങൾക്ക് അതൊരു ഫണ്ണി ആയിട്ട് തോന്നുകയാണെങ്കിലും ഒരു വേ ഓഫ്, അതായത് ഒരു ക്രിയേറ്റീവ്, ഒരു വേറൊരു രൂപത്തിൽ ഒരു വിഷനാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു രൂപത്തിൽ അതല്ലെങ്കിൽ ഒരു ചൂല് വിൽക്കുന്ന ഒരാൾ അല്ലെ? ആ ചൂല് വിൽക്കുന്ന ഒരാൾക്ക് എന്ത് പറയാം, കുറച്ചും കൂടിയും ഈ ഒരു വേൾഡ് മനോഹരമായിട്ടിരിക്കുക, കുറച്ചും കൂടിയും എൻവയൺമെന്റ് നല്ല രൂപത്തിൽ ഉണ്ടാവുക, നല്ല ചപ്പുചവറുകളൊന്നും ഇല്ലാത്ത ഒരു ദേശവും ഒരു നാടും ഒക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ചൂലിനും ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ട് നമുക്ക് വരും. മറ്റേതെന്താണ്, ചൂല് നല്ലതാണ്, ഇതിന് നല്ല ഈടുണ്ട് എന്നൊക്കെ പറയാം, ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങളൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അല്ലെ, നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്ന സമയത്ത് യു ഷുഡ് ഹാവ് എ വിഷൻ, യു ഷുഡ് ഹാവ് എ മിഷൻ. നിങ്ങൾക്ക് അതിലേക്ക് നയിക്കുന്ന ഒരു സാധനം ഉണ്ടാകണം. മനസ്സിലായില്ല? ആ രൂപത്തിലായിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോകുക. അതായത് യു ആർ നോട്ട് സെല്ലിങ് എ കൊമോഡിറ്റി. നിങ്ങളൊരു ചരക്കല്ല വിൽക്കുന്നത്, യു ആർ സെല്ലിങ് യുവർ വിഷൻ. നിങ്ങളുടെ വിഷനാണ് നിങ്ങൾ വിൽക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളുടെ കോഴ്സിനെയല്ല നിങ്ങൾ വിൽക്കാൻ പോകുന്നത്, മറിച്ച് നിങ്ങളുടെ മിഷനെയാണ് നിങ്ങൾ വിൽക്കാൻ പോകുന്നത്. നിങ്ങളുടെ വിഷനെയാണ് നിങ്ങൾ വിൽക്കാൻ പോകുന്നത്. അത് എന്താണ്? അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് അതിൽ ഞാൻ പറഞ്ഞ പ്രാക്ടീസ് എന്നുള്ളതാണ്. അതായത് നെവർ ഗിവ് അപ്പ് എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വിത്ത് വിതച്ചാൽ നാളെ കായ്ക്കണം എന്നുള്ളതാണ് അല്ലെ? ഇന്ന് പിന്നെ മാവ് നട്ടുന്നു കഴിഞ്ഞാൽ മറ്റന്നാൾ മാങ്ങണ്ടാവുമെന്നോ ചോദിക്കുന്നത്, മറ്റേ ഇവിടെ പോയിട്ട് ഇത് മേടിക്കുന്ന സ്ഥലത്ത് പോകുമ്പോഴേ, ഇന്ന് നട്ടാൽ മറ്റന്നാൾ രാവിലെ ഒക്കെ ആകുമ്പോഴത്തേനും കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് മേടിക്കാം. എന്തായി കഴിഞ്ഞാലും ഫുഡാണെങ്കിൽ നമുക്ക് ഹോട്ടലിൽ പോയിട്ട് പിന്നെ അവർക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ പോലും നേരില്ല, അപ്പോഴേക്കും സാധനം ഉണ്ടാവണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവുക എന്നുള്ളൊരിതാണ്. പക്ഷെ അങ്ങനെയല്ല, മറിച്ച് നമ്മൾ അതിനൊരു ബേസ് നമ്മൾ ഉണ്ടാക്കി അതിനു വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നല്ല പ്രാക്ടീസ് ഉണ്ടാവും, നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടുക.
അങ്ങനെയാണെങ്കിൽ നമുക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, ഞാൻ ഇതിലിപ്പോ പല മുന്നത്തെ ഒരുപാട് ബാച്ചുകളിലുള്ള ആൾക്കാരുണ്ടാവും അല്ലെ. 4ാമത്തെ ബാച്ചിലുള്ള സജ്ന മാം ഉണ്ട്, 5ാമത്തെ ബാച്ചിലുള്ള വിമോൾ ഉണ്ട്, അതേപോലെ തന്നെ ഓൾഡിലുള്ള പിന്നെ ആരാണിപ്പോ, സുമേഷ് സാറ്, ശ്യാം സാറ്. ഓൾഡിൽ ഇപ്പോൾ ഉള്ളവർ മാത്രമേ ഉള്ളൂ തോന്നുന്നു. ബാക്കിയുള്ളവരൊക്കെ ന്യൂ ബാച്ചസ് ആരാണ്. 15 ഉണ്ട്, 13, 16, 17, 17 ഇല്ല, 16 വരെയുള്ളവരുണ്ട്. അപ്പൊ പഴയ ബാച്ചിലുള്ളവര് സംബന്ധിച്ചിടത്തോളം അന്ന് നമുക്ക് ഗ്രൂപ്പുകളിലൊക്കെ എത്ര ആൾക്കാരില്ല അല്ലെ, വളരെ കുറഞ്ഞ ആൾക്കാരുള്ളൂ. കുമ്പിൾ അക്കാദമി ഗ്രൂപ്പിലൊക്കെ ചിലപ്പോ 40 ആൾക്കാര്, 50 ആൾക്കാരൊക്കെ ഉള്ളൂ. ഇന്ന് എത്ര ആൾക്കാരുണ്ട്? ഇന്ന് അറൌണ്ട് 600 ആൾക്കാരുണ്ട്. അപ്പുറത്ത് നമുക്ക് ഇതേപോലെയുള്ള സമാനമായിട്ടുള്ള കുറെ ഗ്രൂപ്പുകളുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് 200, 300, 400 ഒക്കെ വെച്ചുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ അത് നമ്മൾ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോഴാണ് അത് അങ്ങനെ ഉണ്ടായത്. മനസ്സിലായില്ലേ? അപ്പോ അത് അപ്പൊ മൈൻഡ് സെറ്റ് ആണ് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത് കേട്ടോ. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറയുന്ന നിഷ് സെലക്ഷൻ. നിങ്ങളൊരു ഓൺലൈൻ കോഴ്സ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലെ, നിങ്ങളിപ്പോ നിലവിൽ നിങ്ങൾക്കൊരു വർക്ക് ഉണ്ടാവും. നിങ്ങളൊരു ടീച്ചർ ആയിരിക്കും. പക്ഷേ നിങ്ങൾ എന്താ, എപ്പോഴും ഒരു കോഴ്സ് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിട്ടയർഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കോഴ്സ് മതിയാവും. മനസ്സിലായില്ലേ? നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് ഇരിക്കാനും ആളുകളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാനും ഒക്കെ ഒറ്റ ആ ഒരു കോഴ്സ് മാത്രം മതിയാവും. അപ്പോ നിഷ് സെലക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താണ്, 3 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ബ്ലൂ ഓഷ്യൻ, യുണീക്ക് മെത്തേഡ്, പൊട്ടൻഷ്യൽ ഓർ ട്രെൻഡ്. 3 കാര്യങ്ങളാണ് കേട്ടോ. നിഷ് സെലക്ഷനിൽ ബ്ലൂ ഓഷ്യൻ, യുണീക്ക് മെത്തേഡ്, കണ്ണ് നനയുന്നു എന്താണെന്ന് അറിയില്ല, എന്താണ് മബു സാറേ? ബ്ലൂ ഓഷ്യൻ, യുണീക്ക് മെത്തേഡ്, പൊട്ടൻഷ്യൽ, ട്രെൻഡ്. ഞാൻ എപ്പോഴാണ് ഇത് വായിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ആ 3 പോയിന്റ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. ബ്ലൂ ഓഷ്യൻ എന്നുള്ളത്, ബ്ലൂ ഓഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്പെസിഫിക് മേഖല നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതായത് ബ്ലൂ ഓഷ്യൻ, റെഡ് ഓഷ്യൻ എന്ന് പറയാം. റെഡ് ഓഷ്യൻ എന്ന് പറഞ്ഞാൽ വലിയ മാസ് മാർക്കറ്റിനെയാണ് പറയുന്നത്. നിഷ് മാർക്കറ്റ് എന്ന് പറയുന്ന സ്പെസിഫിക് ഏരിയക്ക് പറയുന്നത് ബ്ലൂ ഓഷ്യൻ എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോ ഐ ആം ഹെൽത്ത് എക്സ്പേർട്ട് എന്ന് പറയുന്നത് ഒരു മാസ് മാർക്കറ്റ് ആണ്. ഐ ആം ഹെൽത്ത് എക്സ്പേർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു മാസ് മാർക്കറ്റ് ആണ്. മറിച്ച് ഐ ആം എ ഒരു യോഗ എക്സ്പേർട്ട് എന്ന് പറയുന്നത് ഒരു നിഷ് മാർക്കറ്റ് ആണ്, ഒരു സ്പെസിഫിക് മാർക്കറ്റ് ആണ്. ഹെൽത്ത് എക്സ്പേർട്ട് എന്ന് പറയുന്നത് എന്താണ്, മാസ് മാർക്കറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ഹെൽത്തിൽ എന്തൊക്കെ പെട്ട് പറയാത്തൊന്നുമില്ല, എല്ലാം ഹെൽത്തിൽ പെടുന്നതാണ്. എല്ലാം ഹെൽത്തിൽ പെടുന്നതാണ്. എന്നാൽ ഒരു സ്പെസിഫിക്, അതിലൊരു സാധനം യോഗ. അപ്പൊ യോഗ എടുത്തു കഴിഞ്ഞാൽ പോലും അതിൽ തന്നെ നമുക്ക് പിന്നെ നിഷ് മാർക്കറ്റ് കണ്ടെത്താം. എങ്ങനെ കണ്ടെത്താം? യോഗ ഫോർ ചിൽഡ്രൻ, യോഗ ഫോർ വുമൻ, യോഗ ഫോർ മെൻ, യോഗ ഫോർ പ്രൊഫഷണൽസ്, യോഗ ഫോർ പ്രഗ്നന്റ് വുമൻസ്. ഒരു ലേഡി ചെയ്യുന്നതാണ്. യോഗ ഫോർ ഓൺലി ഫോർ പ്രഗ്നന്റ് വുമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രഗ്നൻസി കഴിഞ്ഞിട്ട്, അതായത് അവര് യോഗ കൊടുക്കുന്ന ആർക്കാണെന്ന് അറിയോ? പ്രഗ്നൻസി കഴിഞ്ഞിട്ട് തിരിച്ച് സാധാരണ പോലെ ആകാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് മാത്രം യോഗ. പോസ്റ്റ് പ്രഗ്നൻസി, അതായത് പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള വുമൻസിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ, വേറെ ആരും വേണ്ട, വേറെ ഒരാൾക്കും യോഗ ഇല്ല. അവർക്കാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതേപോലെ ഇതാണ് ബ്ലൂ ഓഷ്യൻ, റെഡ് ഓഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾ ഏത് ഫീൽഡിലേക്ക്, നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ കോച്ചാണ്, കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ആർക്കൊക്കെ കൊടുക്കാം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾക്ക് പിന്നെ മെൻസിന് കൊടുക്കുക, വിമൻസിന് കൊടുക്കുക, സ്റ്റുഡൻസിന് കൊടുക്കുക, പ്രൊഫഷണൽസിന് കൊടുക്കുക, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാം അല്ലെ. ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവർക്കും കൊടുക്കാം. ബട്ട് അതിൽ തന്നെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം എവിടെ ആർക്ക് കൊടുക്കണം. കാരണം ചിൽഡ്രൻസിന് കൊടുക്കണ പോലെ അല്ല മറ്റേ ആർക്ക് കൊടുക്കുന്നത്, വലിയ ആൾക്കാർക്ക് കൊടുക്കുന്നത്. കോണ്ടന്റ് സെയിം ആണെങ്കിലും അതിന്റെ രീതി, അതിൽ കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും, കോണ്ടന്റിൽ പോലും പലപ്പോഴും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോ അതുപോലും നിങ്ങൾക്ക് അത് പിന്നെ അതിൽ നിഷ് കണ്ടെത്താം. അതിൽ മൈക്രോ ആകാം.
യോഗ ഫോർ ബിസിനസ് പീപ്പിൾ. യെസ്, എക്സാക്ട്ലി. അപ്പോ ഇതേപോലെ നമുക്ക് എന്താണ് ഒരു സാധനം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് ആർക്ക് കൊടുക്കണം, അതില് പോലും നമുക്ക് എക്സ്പേർട്ട് ആകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതാണ് ആ ഒരു കാര്യം. അതേപോലെ തന്നെ അതിൽ നമ്മൾ പറഞ്ഞ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ യുണീക്ക് മെത്തേഡ്. യുണീക്ക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് എവിടെ നിന്നും പോയിട്ട് നമ്മൾ കോപ്പി അടിക്കാതിരിക്കുക. കോപ്പി അടിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമുക്കൊരു ഓൺ സ്റ്റൈൽ ഉണ്ടാവുക. അതാണ് ഓൺ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കൊരു മെത്തേഡ് ഉണ്ടാവുക. അപ്പൊ ആ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ മെത്തേഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എങ്ങനെയാണ് നമുക്കൊരു അത് കാരണം നമ്മൾ ഈ കണ്ടെത്തുന്ന ഒരു മാർക്കറ്റ്, ഇപ്പോ ജിജോ സാറ് മൈൻഡ് ട്രെയിനർ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ മൈൻഡ് ട്രെയിനിങ്ങിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ആർക്ക് മൈൻഡ് ട്രെയിനിങ് കൊടുക്കണം, ഏത് ടീമിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്? പ്രൊഫഷണൽസിനെ ആണോ, അതല്ലെങ്കിൽ സ്റ്റുഡൻസിനെ ആണോ, അതല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണോ നമ്മൾ മൈൻഡ് ട്രെയിൻ? അങ്ങനെ ഒരു ടീമിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ട് അവർക്കൊരു നമ്മുടേതായിട്ടുള്ള ഒരു മെത്തേഡ്. ഇപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അറിയാം, ഞാൻ പ്രൊഫഷണൽ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എൻ്റെതായിട്ടുള്ള ഒരു ശൈലിയും ഒരു രീതിയും ഒരു ഫോളോ അപ്പും ഒരു സമീപനവും അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ കാര്യങ്ങളിലും നമുക്ക് നമ്മുടേതായുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡ് ചിലപ്പോൾ വേറെ അവിടെ പോയെങ്കിലും കിട്ടില്ല. ചിലപ്പോൾ ഞാൻ എടുക്കുന്ന കോണ്ടന്റ് ബാക്കിയുള്ളവർക്ക് അടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അല്ലെ, ഞാൻ എടുക്കുന്ന സാധനം ഞാൻ എത്ര പൂട്ടി വെച്ച് കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് അടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അല്ലെ, എൻ്റെ ഒരു കോമ്പറ്റേറ്റർ വന്നിട്ട് എൻ്റെ പോലെയുള്ള ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് കൊടുക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെ വിട്ടിട്ട് എന്ത് ചെയ്യാം, എൻ്റെ കോഴ്സിൽ അഡ്മിഷൻ എടുപ്പിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഫുൾ ക്ലാസ് 2 മാസം പഠിച്ചിട്ട് അതല്ലെങ്കിൽ ആ കിട്ടുന്ന കോണ്ടന്റ് അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കാം. പക്ഷെ ഞാൻ എടുക്കുന്ന അവതരണം കോപ്പി അടിക്കാൻ പറ്റുമോ? എൻ്റെ സമീപനം കോപ്പി അടിക്കാൻ പറ്റുമോ? എൻ്റെ ഫോളോ അപ്പ് കോപ്പി അടിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും കോപ്പി അടിക്കാൻ പറ്റില്ല. അത് എന്താണ്, അത് നമ്മളിലുള്ള ഒരു സംഭവമാണ്. അതാണ് ആ ഒരു സംഭവത്തെ നമുക്ക് ഒരിക്കലും കോപ്പി അടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടേതായിട്ടുള്ള ഒരു മെത്തേഡ്, നമ്മുടേതായിട്ടുള്ള ഒരു ശൈലി, നമ്മുടേതായിട്ടുള്ള ചില രീതികൾ, നമ്മുടേതായിട്ടുള്ള ചില സംസ്കാരങ്ങൾ, നമ്മുടേതായിട്ടുള്ള ചില സമീപനങ്ങൾ, നമ്മുടേതായിട്ടുള്ള ചില സ്നേഹങ്ങൾ, നമ്മുടേതായിട്ടുള്ള ചില കരുതലുകൾ, ഇതൊക്കെ നമുക്ക് കൊടുക്കുക. അതാണ് യുണീക്ക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. നമ്മുടേതായിട്ടൊരു മെത്തേഡ്. നമ്മളെപ്പോഴും യുണീക്കാണ്. നിങ്ങൾക്ക് എന്നെ പോലെ ആവാൻ പറ്റില്ല, എനിക്ക് നിങ്ങളെ പോലെ ആവാനും പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളാകാൻ പറ്റും. നിങ്ങളിൽ തന്നെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. നിങ്ങളിൽ ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ട്. അത് നിങ്ങൾക്ക് SWOT അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളിൽ ഒരുപാട് നല്ല പൊട്ടൻഷ്യൽസ് ഉണ്ട്. അതിനെയാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. നന്നായിട്ട് അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതില് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ പിന്നെ അതിൽ നമ്മൾ പറയുന്ന പ്രോഗ്രസ് അല്ല പൊട്ടൻഷ്യൽ ആണ് പറഞ്ഞത്, മൂന്നാമത്തത്. ഇപ്പൊ ബ്ലൂ ഓഷ്യൻ പറഞ്ഞു, യുണീക്ക് മെത്തേഡ് പറഞ്ഞു, പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു സെലക്ഷൻ അതൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനം ആയിരിക്കുക എന്നുള്ളതാണ്. കുറേ മുമ്പ് ആരും ഇപ്പൊ ആവശ്യമില്ലാത്തൊരു സാധനമായിട്ട് മാറരുത്, മറിച്ച് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സാധനമായിട്ട് മാറുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ 3 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ആ ഒരു രണ്ടാമത്തെ നിഷ് സെലക്ഷനിൽ ബ്ലൂ ഓഷ്യൻ, യുണീക്ക് മെത്തേഡ്, പൊട്ടൻഷ്യൽ ഓർ ട്രെൻഡ്, 3 കാര്യങ്ങൾ. എന്തെങ്കിലും സംശയം ഉണ്ടോ അതിൽ? മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായവരൊക്കെ ഒന്ന് ആ ഒരു തമ്പടിച്ചേ, തമ്പോ അല്ലെങ്കിൽ ഈ റോക്കറ്റോ എന്തായാലും കുഴപ്പമില്ല, ഇങ്ങനത്തെ സാധനം ഉണ്ടല്ലോ, മനസ്സിലായവരൊക്കെ ഒന്ന് അടിച്ചേ. ബലൂണോ എന്തായാലും കുഴപ്പമില്ല. മനസ്സിലാവാത്തൊരു ചോദ്യം ചോദിച്ചോ. നിങ്ങളോട് ഉണ്ടോ അല്ലെങ്കിൽ മിച്ചർ തിന്നാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ? ഓക്കെ. ഇപ്പൊ ഇവിടെ ഒരു സാധനം ഉണ്ട് കേട്ടോ, ഇപ്പുറത്ത് ചാറ്റ് ബോക്സ് അല്ലാത്തൊരു സാധനം ഉണ്ട്. അത് നിങ്ങൾ എന്താ ഇടാത്തെ? ചാറ്റ് ബോക്സിൽ അല്ലാണ്ട് ഇപ്പുറത്ത് ഇവിടെ റിയാക്ഷൻ ഉണ്ട്. വന്നു അടിപൊളി, കണ്ട, പൊളി. ആയി, നല്ല രസമുണ്ട് ഇപ്പൊ എല്ലാരെയും കാണാൻ. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് കോണ്ടന്റ് റിസർച്ച് ആണ് കേട്ടോ. കോണ്ടന്റ് റിസർച്ച് അതായത് നമ്മളൊരു നിഷ് മാർക്കറ്റ് ഒക്കെ കണ്ടെത്തി നമ്മൾ ഇന്നതിൽ പോകണം എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെന്താണ് കോണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ റിസർച്ച് ചെയ്യുക. നമ്മളത് പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്, ഫൈൻ ട്യൂൺ ചെയ്യുക. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ടാർഗറ്റ് ഓഡിയൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സംഭവമാണ്. അതായത് മൈക്രോ മാർക്കറ്റ് എന്ന് പറയും. മൈക്രോ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ ചെയ്യുന്നത് കുറച്ചും കൂടി നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസിന് മാത്രമാകാം.
എന്നുള്ളതാണ്. അതായത് നേരത്തെ പറഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻസ്, അതല്ലെങ്കിൽ പിന്നെ വലിയ ആളുകളാണെങ്കിൽ വലിയ ആളുകൾ, അങ്ങനെ ഒരു മൈക്രോ മാർക്കറ്റ് കണ്ടെത്തുക. പിന്നെ പെയിൻ പോയിന്റ്സ് എന്ന് പറയുന്ന സമയത്ത് പിന്നെ പെയിൻ പോയിന്റ്സ് ChatGPT ആണ് നമ്മൾ കോണ്ടന്റ് റിസർച്ചിന് വേണ്ടിയിട്ട് ഉപയോഗിക്കട്ടോ. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് പെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഈ എല്ലാവർക്കും ഒരു പെയിൻ ഉണ്ട് ശരിക്കും. പെയിൻ എന്ന് പറഞ്ഞ ഒരു വേദന ഇല്ലാത്ത ആരുമില്ല, എന്തെങ്കിലും വേദന ഉണ്ടാവും. അപ്പൊ ആ വേദനക്കുള്ള ഒരു പരിഹാരമാണ് നമ്മൾ കൊടുക്കുന്നത്. സത്യത്തിൽ നമ്മൾ കോഴ്സ് അല്ല കൊടുക്കുന്നത്, നമ്മളത് കോഴ്സ് ആണെങ്കിലും വേറെ ഒരാൾക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അതാണ് പെയിൻ എന്ന് പറയുന്നത്. അതിപ്പോ ഏത് ബിസിനസ് തുടങ്ങുകയാണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെയിനാണ്. പെയിനുള്ള സൊല്യൂഷനാണ് പിന്നെ ഏതൊരു ബിസിനസ്സും എന്താണ്, ഒരു പെയിനുള്ള ഒരു സൊല്യൂഷനാണ്. അപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ വീടിന്റെ മതിലിനോട് ചേർന്നിട്ടുള്ള ഒരു കടയുണ്ട്. ആ കട നടത്തുന്നത് ബാബു ചേട്ടനാണ്. അപ്പൊ ബാബു ചേട്ടൻ പലചരക്ക് കച്ചവടമാണ്. അപ്പൊ അവിടെ നേരത്തെ പറഞ്ഞ പിന്നെ മിച്ചർ ഉണ്ടാകും, അതേപോലെ തന്നെ അങ്ങനെയുള്ള കേക്ക് ഉണ്ടാകും, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പാലുണ്ടാവും, പാക്കറ്റ് പാലുണ്ടാവും, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഉള്ളി, തക്കാളി, സബോള എല്ലാം ഉണ്ടാവും. അപ്പോ നമ്മളെ വീട്ടിലൊരു സാധനം പെട്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് പോയിട്ട് മേടിക്കാൻ പറ്റുന്ന അവിടെ നിന്നാണ്, ബാബു ചേട്ടന്റെ കടയിൽ നിന്നാണ്. എൻ്റെ മകന് പെട്ടെന്നായിരിക്കും സ്കൂളിൽ നിന്ന് എപ്പോഴും തലേ ദിവസമാണ് പറയാൻ, 4 വരെ കോപ്പി വേണം നാളെ. ഇത് തലേ ദിവസം 11:30 മെസ്സേജ് ഇടാം മിസ്. അപ്പൊ മിസ്സിന് എപ്പോഴാണ് ഫ്രീ ആവുക, അപ്പോൾ മിസ് 11:30 മെസ്സേജ് എടുക്കും, നാളെ 4 വരെ കോപ്പി വേണം. അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റുക ബാബു ചേട്ടന്റെ കടയിൽ പോയി കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. അപ്പൊ അവിടെ നിന്ന് മേടിച്ച് കൊടുത്താക്കും. അപ്പൊ ഇതേപോലെ, അതായത് ഞാൻ 4 വരെ കോപ്പി മേടിക്കുന്നത് പൈസ കൊടുത്തിട്ടാണെങ്കിലും എനിക്കതൊരു ഹെൽപ്പാണ് അല്ലെ. അവിടെ ഒരു കടയുള്ളത് കൊണ്ട് എനിക്കൊരു ഹെൽപ്പാണ്. ബാബു ചേട്ടനും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. എന്താണ്, ഞാനിവിടെ കട ഇടുന്നത് കൊണ്ട് ഈ നാട്ടുകാർക്കൊക്കെ ഒരു ഹെൽപ്പാണ്, പെട്ടെന്ന് സാധനങ്ങൾ വന്ന് മേടിക്കാം. ആ ഒരു മെന്റാലിറ്റിയാണ് ബാബു ചേട്ടൻ ഉണ്ടാവേണ്ടത്. ഇതേപോലെ ഇതൊരു ഹെൽപ്പിംഗ് ആണ് ശരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ ഒരു പെയിന്, അതായത് എനിക്കുള്ള ഒരു പെയിന്, അഥവാ ആ ഒരു കട എനിക്ക് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി അപ്പുറത്തുള്ള ഒരു 300 മീറ്റർ ഒക്കെ അപ്പുറത്തുള്ള ഒരു കടയിലേക്ക് പോയിട്ട് മേടിക്കണമായിരുന്നു. ഇതാവുമ്പോൾ എൻ്റെ ചെറിയ മോനെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് സാധനം കിട്ടും. അപ്പൊ ഇതേപോലെ എന്താണ്, ഒരു പെയിനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ മൈൻഡ് ട്രെയിനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പൊ ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഉള്ള ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ആര് കൊടുക്കുന്നത്, ജിജോ സാറ് കൊടുക്കുന്നത് അല്ലെ. കമ്മ്യൂണിക്കേഷൻ കോച്ചിനെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കാൻ തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാൾക്ക് എന്താണ്, സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ഇതാണ് പെയിൻ എന്ന് പറയുന്നത്. പെയിൻ. അപ്പൊ സമൂഹത്തിന്റെ പെയിനിലാണ് നമ്മൾ പോയിട്ട് എന്ത് കൊടുക്കുന്നത് അല്ലെ. ഒരാൾക്ക് വേദന ഉണ്ടാവുമല്ലോ ഡോക്ടറെ അടുത്ത് പോവാ, വേദന ഇല്ലാണ്ട് നല്ല സുഖമായിട്ടിരിക്കുമ്പോ എന്നാ നമുക്കൊന്ന് ഡോക്ടറെ കാണാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടാവില്ലല്ലോ അല്ലെ. അതായത് ഡോക്ടറെ കാണുമ്പോൾ നമുക്ക് വേദന, അപ്പൊ ആ പെയിന് അദ്ദേഹം മരുന്ന് തരും, അപ്പൊ നമ്മൾ സന്തോഷവാനാവും. എന്ന പോലെ തന്നെ നമ്മളിങ്ങനെ സമൂഹത്തിലേക്ക് നോക്കുന്ന സമയത്ത് കുറെ പെയിനുകൾ കാണാൻ പറ്റും. പെയിൻ, പ്രോബ്ലം, ആ പെയിനാണ് നമ്മൾ സൊല്യൂഷൻ കൊടുക്കുന്നത്. അപ്പൊ ഈ കോഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ പെയിൻ നമ്മൾ ഈ കോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ മാറണം. അപ്പൊ നിങ്ങൾക്കൊക്കെ ഓരോ പെയിൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓരോ പെയിൻ ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അടുത്തേക്ക് വന്നത് അല്ലെ. നിങ്ങളുടെ പെയിൻ എന്തായിരുന്നു? നിങ്ങൾക്കൊരു പെയിനും ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഫൈസൽ ട്രെയിനിങ് എങ്ങനെ എടുക്കണം, ട്രെയിനിങ് എങ്ങനെ എടുക്കണം എന്നുള്ള ഒരു ട്രെയിനിങ്. അതെ അതെ അതെ. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ എടുക്കണം, ഏത് രീതിയിൽ എടുക്കണം. ജാസ്മിമ എന്തോ പറഞ്ഞല്ലോ, ജാസ്മിമ വിഷമാവോ, അല്ലെങ്കിൽ അത് പറയാൻ വിട്ടുപോയി. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാം. ഓക്കെ. അതെ അതെ. അപ്പൊ ജാസ്മിന്റെ ഒരു പെയിൻ അതായിരുന്നു, ജിജോ സാറിന്റെ പെയിൻ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലെ. ഒരു പെയിൻ ഉണ്ടാവും, അല്ലാതെ ആരും വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ലെ. ശൈല മാം എക്സാക്ട്ലി എന്ന് പറയുന്നത്, വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ ഫൈസൽ സാറിന്റെ ആഡ് കാണും, പാവം, ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം, അങ്ങനെ വന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ വന്ന ആരും ഉണ്ടാവൂല അല്ലെ. മറിച്ച്
നമുക്കൊരു പെയിൻ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ വന്നത്. അപ്പൊ ആ പെയിൻ ഞാൻ എന്ത് ചെയ്തു, ഫൈൻഡ് ഔട്ട് ചെയ്തു അല്ലെ. ഞാൻ ആ പെയിൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇങ്ങനെ കുറെ ആളുകൾ പെയിൻ ആയിട്ട് നടക്കുന്നവരുണ്ട്. അപ്പൊ അവർക്ക് ഞാൻ എന്ത് ചെയ്യണം, ഒരു സൊല്യൂഷൻ കൊടുക്കണം എന്ന് ആഗ്രഹിച്ചപ്പോഴാണ് ശരിക്ക് ഈ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സാധനം വന്നത്. അതല്ലാതെ ഞാന് പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടില് ഉമ്മ അല്ലെങ്കിൽ ഉപ്പ എന്നാ നിങ്ങക്ക് പ്രൊഫഷണൽ ട്രെയിനിങ് തുടങ്ങിക്കൂടെ എന്ന് അങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങിയല്ല അല്ലെ. നമ്മളതൊരു പെയിൻ പോയിന്റ് കണ്ടു, എന്നിട്ട് നമ്മളത് തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ ആ പെയിൻ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നിഷ് മാർക്കറ്റിലുള്ള ഒരു പെയിൻ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിനുള്ള ഒരു ബെറ്റർ സൊല്യൂഷൻ, സൂപ്പർ സൊല്യൂഷൻ അല്ലെ. ഞാൻ സാധാരണ പറയാറുണ്ട്, ചിലപ്പോ ഈ തലവേദന ഉണ്ടല്ലോ, നമ്മളെ കുടുംബത്തിലുള്ള ഒരു പ്രശ്നമാണ് മൈഗ്രെയിൻ. എനിക്കുണ്ട്, എൻ്റെ പെങ്ങൾക്കുണ്ട്, പിന്നെ എൻ്റെ ഏകദേശം വീട്ടുകാർക്കൊക്കെ ഈ മൈഗ്രെയിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഇപ്പൊ കുറവാണ്. അപ്പോ എൻ്റെ ഒരു മൂത്താപ്പാടെ മോനുണ്ട്. അപ്പൊ മിക്ക ദിവസം വിളിച്ചു കഴിഞ്ഞാലും തലവേദന എടുത്തെടുക്കുന്ന പറയുള്ളൂ, മൈഗ്രെയിൻ ആണ്. അപ്പോ ഇപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് ചിലപ്പോ നമ്മൾ കേൾക്കും എന്താണ്, വയനാട്ടിലെ ആ പിന്നെ ഒരു എന്താ പറയാ, ഒരു ആദിവാസിയായിട്ടുള്ള ഒരാളുടെ കയ്യിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമുണ്ട്. അത് തലയിൽ ഒരു 5 മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞാൽ മൈഗ്രെയിൻ പെട്ടെന്ന് പോകും. മനസ്സിലായില്ലേ? ഉള്ളതായിരിക്കും കേട്ടോ. അപ്പൊ ഒരു യൂട്യൂബറൊക്കെ വന്ന് പിറ്റേ ദിവസം ഇയാൾ എന്ത് ചെയ്യും, വണ്ടി എടുത്ത് പോകും. കാരണം എന്താ വെച്ചാൽ ഇയാള് കാണാത്ത സ്ഥലങ്ങളില്ല. അപ്പൊ എന്താണ്, അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ എൻ്റെ ഉപ്പാക്കൊരു പ്രശ്നമുണ്ട്, മുട്ടുവേദനക്ക് പ്രായമായിട്ടുള്ളതാണ്, പക്ഷെ എന്നാലും മുട്ടുവേദന നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എവിടെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും മുട്ടുവേദന എവിടെയെങ്കിലും പരിഹരിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ വിടും ആ സ്ഥലത്തേക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു പരിഹാരം കിട്ടും എന്ന് ആഗ്രഹിച്ചിട്ടാണ്, മനസ്സിലാക്കിയിട്ടാണ് അല്ല. അപ്പൊ നേരത്തെ പറഞ്ഞ നമ്മൾ ഈ ആദിവാസിയുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ ആരും ഉണ്ടാവില്ലെന്ന്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കാണാം 6 മണിക്ക്, രാവിലെ 6 മണിക്ക് എത്തണം. നമ്മൾ 6 മണിക്ക് എത്തുമ്പോൾ കാണാം അവിടെ എന്താണ്, വണ്ടികൾ നിരന്ന് എടുക്കണാണ്, വലിയ വലിയ വണ്ടികൾ. കാരണം എന്താണ്, ഫുൾ മൈഗ്രെയിൻ ടീമാണ്. അപ്പോ ഇതേപോലെ നമുക്ക് എന്താണ്, ആ ഒരു മൈക്രോ മാർക്കറ്റിംഗ് നമ്മൾക്ക് അതിൽ കണ്ടെത്താൻ പറ്റണം. അതാണ് മൈക്രോ മാർക്കറ്റിംഗ്. അതേപോലെ തന്നെ പെയിൻ പോയിന്റ്സ്, ആ പെയിൻ പോയിന്റ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളത്. പിന്നെ കോണ്ടന്റ് റിസർച്ചിന് വേണ്ടിയിട്ട് നമുക്ക് AI ഉപയോഗപ്പെടുത്തിയിട്ട് ChatGPT ഒക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ഞാൻ കുറച്ചുകൂടി ചുരുക്കുകയാണ് കേട്ടോ, ചുരുക്കി പറയാണ്, കാരണം നിങ്ങൾക്ക് തിരക്കുണ്ടാവും. ഓക്കെ, അടുത്തത് നമ്മൾ കോഴ്സ് ക്രിയേഷൻ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെ കഴിഞ്ഞു, മൈൻഡ് സെറ്റ് വന്നു, നിഷ് സെലക്ഷൻ വന്നു, കോണ്ടന്റ് റിസർച്ച് വന്നു, ഇനി കോഴ്സ് ക്രിയേഷൻ ആണ്. അപ്പോൾ പെയിൻ പോയിന്റ് ഒക്കെ കണ്ടെത്തി നമ്മൾ സെറ്റായി. ഇനി എന്താണ് ഔട്ട്കം, കോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഒരു കോഴ്സായിട്ട് നമ്മൾ കൊടുക്കാൻ പോകണം കേട്ടോ. കോഴ്സായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഞാൻ ഒരു കോഴ്സ് രൂപപ്പെടുത്താണ്, പ്രൊഫഷണൽ ട്രെയിനിങ്. അപ്പോ അതെന്താണ്, അതിന്റെ ഒരു ഔട്ട്കം ആദ്യം അല്ലെ, നമ്മൾ എപ്പോഴും പറയുന്ന ഈ 4 സാധനങ്ങൾ നിങ്ങൾ എഴുതി വെച്ചോട്ടോ. ഔട്ട്കം, പ്ലാൻ ഓർ ജേണി, ഗെയിമിഫിക്കേഷൻ, മൈക്രോ ലേണിംഗ്. 4 കാര്യങ്ങളാണ് കോഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ അതില് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട്. അതായത് ഞാൻ 2 മാസത്തെ കോഴ്സാണ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഒക്ടോബർ 1-ാം തീയതി ഞാൻ ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ ഒക്ടോബർ കഴിയുന്നു, പിന്നെ നവംബർ 30-ാം തീയതി എന്തായിരിക്കണം ഇതിന്റെ റിസൾട്ട്? ഇതാണ് ഔട്ട്കം. മനസ്സിലായില്ലേ? ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പോ ആ ഔട്ട്കം നമ്മൾ സാധാരണ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്നൊക്കെ പറയല, ബിഗിൻ വിത്ത് എൻഡ്. അതായത് തുടങ്ങുന്നത് പിന്നെ അവസാനം കണ്ടിട്ടാവാന്നുള്ളത്. അപ്പൊ ഈ ഔട്ട്കം എന്താണ്? അത് ഒരു കോഴ്സ് നമ്മൾ മനസ്സിൽ കാണുമ്പോൾ എന്റെ കോഴ്സിൽ അറ്റൻഡ് ചെയ്ത ഒരാള് 2 മാസം കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം, അതാണ് അതിന്റെ റിസൾട്ട്, അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത്. അത് കണ്ടിട്ടായിരിക്കണം നമ്മൾ കോഴ്സ് രൂപപ്പെടുത്തേണ്ടത്. എന്നാലേ അതിന്റെ ഉള്ളിൽ ബാക്കിയുള്ള സാധനങ്ങൾ വരുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അത് കാണാം. പിന്നെ പ്ലാൻ ഓർ ജേണി, എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ മൊഡ്യൂളുകൾ ഉണ്ടാക്കുക അല്ലെ. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നമ്മൾ സാധാരണ ഞാൻ പറയുന്നത്, തൃശ്ശൂരിൽ നിന്ന് ഞാൻ കോഴിക്കോടേക്ക് പോകുന്ന സമയത്ത് ആദ്യം കോഴിക്കോട് ഇടും, അപ്പൊ എനിക്ക് റോഡ് മാപ്പ് കിട്ടും, ആ വഴി കൂടെയാണ് ഞാൻ പോവുക. എന്നതുപോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് കോഴിക്കോട് ഇടുന്നത് പോലെ തന്നെയാണ് ഈ റിസൾട്ട്, ഔട്ട്കം എന്ന് പറയുന്ന സാധനം. ഔട്ട്കം ഇടുന്നു, അതിനുശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ജില്ലകളിലൂടെ ഞാൻ പോകുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മൊഡ്യൂളുകൾ രൂപപ്പെടുത്തുന്നതോ ലെസൺസ് രൂപപ്പെടുത്തുന്നതിനെ നമുക്ക് പറയാം. മനസ്സിലായില്ലേ?
അപ്പൊ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടേക്ക് എത്തണ ആള് കോഴിക്കോട് എത്തണം, അതല്ല തെറ്റിയിട്ട് കണ്ണൂര് പോകാൻ പാടില്ല, തെറ്റിയിട്ട് കാസർഗോഡും പോകാൻ പാടില്ല, അല്ലെങ്കിൽ തിരിച്ച് നേരെ ഉൾട്ട തിരുവനന്തപുരത്തേക്ക് പോകാനും പാടില്ല, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോകേണ്ട ഒരാളെ പിടിച്ചിട്ട് കണ്ണൂർക്ക് എത്തിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല, നിങ്ങൾക്ക് നഷ്ടമേ ഉള്ളൂ. ആണ് ഞാൻ നേരത്തെ പറഞ്ഞ വിൻ വിൻ വിന്നില് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. കേട്ടോ? അപ്പൊ അത് എന്ത് ചെയ്യാ, ആ കാര്യം നമ്മൾ എന്ത് ചെയ്യാ, നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പ്ലാൻ ഓർ ജേണി കഴിഞ്ഞ ഗെയിമിഫിക്കേഷൻ. ഗെയിമിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദയവ് ചെയ്ത് 3000 കൊടുത്ത ഒരാൾ കൊണ്ടുവന്നിട്ട് ബോറടിപ്പിച്ച് മരിപ്പിക്കരുത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്റെ 3000വും പോയി, എന്റെ സമയവും പോയി, ഇയാള് ഞാൻ കേട്ടിരിക്കുകയും വേണല്ലോ എന്നുള്ളൊരു രൂപത്തിലേക്ക് അവരെത്തിക്കരുത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് രസകരമായിട്ട് അവർ ആ ഒരു ജേണിയെ കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതാണ് ഗെയിമിഫിക്കേഷൻ എന്ന് ഉദ്ദേശിച്ചത്, അല്ലെ? ഓൺലൈൻ കോഴ്സ് ആണല്ലോ. അപ്പൊ ആയതുകൊണ്ട് അത്യാവശ്യം ബോറടിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും അതിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ബോറടിപ്പിക്കാതെ അവരെ ആ ഒരു നമ്മളെങ്ങനെയൊക്കെ രസകരമാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ രസകരമാക്കി കൊണ്ടുപോവാന്നുള്ള. അതല്ല എന്നുണ്ടെങ്കിൽ ഇവര് ഈ ക്ലാസ്സിലിരുന്ന് ഉറങ്ങി മരിക്കും. അതാണ് ഗെയിമിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അങ്ങനെ ഉറങ്ങി മരിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ വിൻ 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 ഒരിക്കലും നടക്കൂല. ഞാനും വിൻ ചെയ്യൂല, എന്റെ സ്റ്റുഡന്റും വിൻ ചെയ്യില്ല, അവന്റെ സ്റ്റുഡന്റും വിൻ ചെയ്യില്ല. മൂന്ന് പേരും മൂഞ്ചി പോകും. അപ്പോ അത് നമ്മൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ലാസ്റ്റ് മൈക്രോ ലേണിംഗ് ആണ്. നാലാമത്തെ ഞാൻ പറഞ്ഞ മൈക്രോ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദയവ് ചെയ്ത് നമ്മൾ ഒരു കാരണവശാലും കോണ്ടന്റ് നമ്മൾ ഇങ്ങനെ കുത്തി നിറക്കരുത്. ഇപ്പൊ 1 മണിക്കൂർ സെഷൻ നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം സാധനം കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുത്തി നിറക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? മറിച്ച് എല്ലാവർക്കും റീൽസ് ആണ് ഇഷ്ടം. ഏതിനേക്കാളും 10 മിനിറ്റ് വീഡിയോനേക്കാളും, അല്ലെ? വേഗം പറഞ്ഞ് വേഗം കഴിഞ്ഞത്, പിന്നെ അടുത്തതിലേക്ക് പോവാ. മനസ്സിലായില്ലേ? അപ്പൊ ഇന്നത്തെ കാലത്ത് റീൽസിന്റെയും ഷോർട്സിന്റെയും ഒക്കെ കാലത്ത് നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ പരത്തി പറയരുത്. ഒരു സാധനത്തെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാൻ എന്തൊക്കെ പറ്റും? അതിനെ എക്സാമ്പിൾ വെച്ച് പറയാൻ പറ്റുമോ? ഒരു വെക്ടർ ഇമേജ് വെച്ച് പറയാൻ പറ്റുമോ? ഒരു വീഡിയോ വെച്ച് കാണിച്ച് പറയാൻ പറ്റുമോ? അല്ലെ? നമ്മൾ കഴിഞ്ഞ ആഴ്ച ട്രെയിനിങ് മെത്തഡോളജീസ് ആണ് പഠിച്ചത്, അല്ലെ? ഒരു സാധനത്തെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ അത് പറഞ്ഞു കൊടുക്കുക. ബ്രേക്ക് ഡൗൺ ചെയ്യാന്ന് പറയും. ബ്രേക്ക് ഡൗൺ അതായത് നോളജിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാല് ഞാനിപ്പോ എന്താണ്, ഞാന് പ്രൊഫഷണൽ ട്രെയിനിങ് മാസ്റ്റർ ആയിരിക്കും. പക്ഷെ എൻ്റെ അടുത്ത് വരുന്ന ഒരാൾ എന്താണ്, അവര് മാസ്റ്റർ ഒന്നല്ല, അവര് ഇതൊക്കെ പഠിക്കാൻ വേണ്ടി വരുന്ന ഒരാളാണ്. അപ്പോ എന്തായിരിക്കണം, അദ്ദേഹത്തിന്റെ ഒരു മനസ്ഥിതി നമ്മൾ മനസ്സിലാക്കണം. എന്താണ്, ഒരു കാരണവശാലും വായോ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി എന്നൊന്നും എനിക്ക് പറയാൻ പറ്റൂല. അതിനുള്ള ടെക്നിക്കും ടിപ്സും കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ പറ്റണം. അതാണ് അതായത് നമ്മളുടെ നോളജിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് സ്മോൾ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്. അതാണ് ബ്രേക്ക് യുവർ നോളജ്. മനസ്സിലായില്ലേ? ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കത് ചെയ്യാൻ പറ്റണം. അതാണ് മൈക്രോ ലേണിംഗ് എന്ന് പറഞ്ഞത്. വെച്ചാല് മൊഡ്യൂളുകൾ, നമ്മളുടെ മൊഡ്യൂളുകൾ ഒരു കാരണവശാലും ഭയങ്കര വലുതാവരുത്, ഡിമ്പിൾ ആയിരിക്കണം. ഓരോ സ്റ്റെപ്പുകളും ഓരോ ലെസൺസും സിമ്പിൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന രീതിയായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. മനസ്സിലായില്ലേ? ഓക്കെ, അതാണ് കോഴ്സ് ക്രിയേഷൻ പറഞ്ഞത്. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ ക്ലിയർ ആണോ? ഇനി സംശയങ്ങൾ? ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്. സംശയങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ക്ലിയർ. ഓക്കെ, നമ്മൾ ഇനി നിർത്താണ് കേട്ടോ. ഒരു 4 പോയിന്റും കൂടിയേ ഉള്ളൂ, നമ്മൾ നിർത്താണ്. ഫുഡ് കഴിക്കാനായി ഉണ്ടാവും, ചിലപ്പോ വിശക്കുന്നുണ്ടാവും. അടുത്തത്, ഈ കോഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. കോഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്താണ്, പിന്നെ ഇങ്ങനെ ആരും വരുന്നില്ലല്ലോ, ഞാൻ എത്ര അടിപൊളി പിന്നെ കോണ്ടന്റ് ആണ് എൻ്റെ കയ്യിലുള്ളത്, ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടും ആരും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വരുമോ? ആരെങ്കിലും വരുമോ? ആരും വരൂല. മറിച്ച് ഈ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് ബാക്കിയുള്ളവർ അറിയണം, എന്നാലേ അവര് വരൂ. അപ്പൊ അത് അവര് വരാനുള്ള സാഹചര്യം
എന്തേലും പറഞ്ഞോ? അല്ല, കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്യാനും കൊടുക്കണം. ആ അതന്നെ, കുറച്ച് സാമ്പിൾ കൊടുക്കണം അല്ലേ? ആ അപ്പൊ അതാണ് ഈ പറഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നമുക്ക് ചെയ്യണം. പിന്നെ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ടുകൾ നമ്മൾ തുറക്കുക. ബിസിനസ് വാട്സപ്പ് തുടങ്ങുക, ഇൻസ്റ്റഗ്രാം തുടങ്ങുക, അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ തുടങ്ങുക, യൂട്യൂബ് തുടങ്ങുക, ത്രെഡ്സ് തുടങ്ങുക, ലിങ്ക്ഡിൻ തുടങ്ങുക, എന്തൊക്കെയുണ്ടൊക്കെ തുടങ്ങുക. എല്ലാത്തിനും ഒരേ പേരായിരിക്കുക. ഇവിടെ ജിജോ തോമസ്, മറ്റോടത്ത് പോയിട്ട് ജിജോ പെരിന്തൽമണ്ണ, വേറൊരു സ്ഥലത്ത് ജിജോ, വേറെ സ്ഥലത്ത് പിന്നെ ഒരു പേരും ഇല്ല. ഇങ്ങനെ ആവരുത്, എല്ലായിടത്തും ഒരേ പേരാവണം അല്ലെ? പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, പേരുകളൊക്കെ ഏകീകരിക്കണം, ഫോട്ടോകൾ ഏകീകരിക്കുക. മനസ്സിലായില്ലേ? ഇത് മറ്റേ വാട്സപ്പിലൊക്കെ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടെ മാറ്റും, DP-കളൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. പിന്നെ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എവിടെ ആയി കഴിഞ്ഞാലും ഇതിനൊക്കെ ഒരു ഏകീകരണ സ്വഭാവം നമുക്ക് ഉണ്ടാവണം. അതൊക്കെ ഒരു പ്രൊഫഷണലിസം ആണ്. മനസ്സിലായില്ലേ? അതായത് പ്രൊഫഷണലിസം നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. എവിടെ ആയി കഴിഞ്ഞാലും നമുക്കൊരു പ്രൊഫഷണലിസം നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പൊ ഇതെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട്സുകളൊക്കെ ഉണ്ടാവുക. ഈ അക്കൗണ്ട് ഉണ്ടാക്കാൻ ഒരു പൈസയും കൊടുക്കണ്ട, എന്നാലും നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കൂല. അപ്പൊ ഒരു ദിവസം അതിനുവേണ്ടി അങ്ങോട്ട് ഇരുന്നാൽ മതി. അതിനുവേണ്ടി അങ്ങോട്ട് ഇരിക്കുക, അങ്ങോട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. എല്ലാം ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്, ഒരു പൈസയും നമ്മൾ കൊടുക്കണ്ട. അവിടെ എന്താണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായിട്ട് ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാവും. അപ്പൊ അതിലൂടെയാണ് നമ്മൾ ആളുകൾ അറിയുക. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയ തന്നെ നമുക്ക് ശരിക്കും ക്ലാസ് എടുക്കാനുണ്ട് കേട്ടോ. അതായത് ഓരോന്നും ശരിക്കും നമുക്ക് ക്ലാസ് എടുക്കാനുണ്ട്. യൂട്യൂബിൽ എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, അതൊരു ക്ലാസ് ആണ് ശരിക്കും. യൂട്യൂബിൽ എങ്ങനെ ബ്രാൻഡ് ചെയ്യണം, യൂട്യൂബിൽ എങ്ങനെ തംബ്നെയിൽ സെറ്റ് ചെയ്യണം, യൂട്യൂബിൽ എങ്ങനെ ടാക്സുകൾ കൊടുക്കണം, യൂട്യൂബിൽ എങ്ങനെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, യൂട്യൂബിൽ എങ്ങനെ ടൈറ്റിൽ കൊടുക്കണം, യൂട്യൂബിൽ എങ്ങനെ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണം, യൂട്യൂബിൽ പിന്നെ ഓരോ വിസിബിലിറ്റികൾ എങ്ങനെ പ്രൈവറ്റ്, അൺലിസ്റ്റഡ്, ഇതെങ്ങനെ അപ്ലോഡ് ചെയ്യുന്നു, എങ്ങനെ ലിങ്ക് എടുക്കുന്നു, ഇങ്ങനെ തുടങ്ങി യൂട്യൂബ് മാത്രം പറയാൻ ഒരുപാടുണ്ട്. യൂട്യൂബിൽ ഷോർട്സ് ഉണ്ട്, അതേപോലെ തന്നെ വലിയ വീഡിയോസ് ഉണ്ട്. ഇനി ഇൻസ്റ്റഗ്രാമിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ റീൽസിനെ കുറിച്ച്, പോസ്റ്റിനെ കുറിച്ചിട്ട്, അതിന്റെ ബയോനെ കുറിച്ചിട്ട്, ഇങ്ങനെ ഓരോന്നും ശരിക്കും പറഞ്ഞ വലിയൊരു ലോകമാണ് നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ. അപ്പൊ അതിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളൊരു ഓൺലൈൻ പിന്നെ ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ യു ഷുഡ് ഹാവ് എക്യുപ്മെന്റ് ടൂൾസ് വേണം നിങ്ങളുടെ കയ്യിൽ. നല്ല സാധനങ്ങൾ വേണം നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വീഡിയോ വേണം. അതല്ലാതെ ഒരു പിന്നെ ഓഞ്ഞ വീഡിയോയും കൊണ്ടിട്ട് നമ്മൾ എടുക്കരുത്. മറിച്ച് എന്താണ്, നല്ല വീഡിയോ ഉണ്ടാവും. അതായത് നിങ്ങളെ കാണുക, മറ്റേന്ന് വെച്ചാൽ ഇയാൾ ഇത് ഇവിടെ ഉണ്ടോന്ന് പോലും അറിയില്ല. അപ്പൊ ആളെ കറക്റ്റ് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ വെർട്ടിക്കൽ ലെവലിൽ സാധനം വെക്കുക. നിങ്ങളെ മുമ്പിൽ ഒരു പിന്നെ ട്രൈപോഡ് ഉണ്ടെങ്കിൽ ട്രൈപോഡ് വെക്കുക. അതിൽ പിന്നെ തിരിച്ച് മൊബൈൽ തിരിച്ച് പിന്നെ വെക്കുക എന്നൊക്കെ നമ്മൾ എന്താണ്, അതൊക്കെ നമ്മൾ ചെയ്യുക. പിന്നെ ക്യാമറ വേണ്ടവർ മേടിക്കുക. ലാപ്പിലാണെങ്കിൽ വെബ് ക്യാം, നല്ല വെബ് ക്യാം ആവുക. അതേപോലെ തന്നെ ലൈറ്റ് ഒരു കാരണവശാലും ബാക്കിൽ ഉണ്ടാവാതിരിക്കുക, ഫ്രണ്ടിൽ നിന്നായിരിക്കണം ലൈറ്റ് ഉണ്ടാവേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ആവശ്യമുള്ള ചെറിയ ചെറിയ സാമഗ്രികൾ, ഇതൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ. നമുക്ക് മന്തി മേടിക്കാൻ നമ്മുടെ പൈസ ഉണ്ടാവും, പക്ഷെ ഒരു ട്രൈപോഡ് മേടിക്കാൻ നമ്മുടെ പൈസ ഉണ്ടാവില്ല. സെയിം പ്രൈസേ ഉള്ളൂ. മന്തി നമുക്ക് ഓർഡർ ചെയ്യാൻ നമുക്കൊരു പ്രശ്നമില്ല, ഒരു വിഷമവും ഇല്ല. പക്ഷെ ഒരു നല്ലൊരു ട്രൈപോഡ് ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു സാധനേ മന്തിയുടെ ഒരു പൈസ ഉണ്ടാവുള്ളൂ. അതിനൊരു ഫുൾ ചാർക്കോൾ മേടിക്കുന്ന പൈസ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് നമ്മൾ സ്പെൻഡ് ചെയ്യില്ല, അത് പൈസ പോവലാവുമല്ലോ എന്നായിരിക്കും. അപ്പൊ അതേപോലെ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ, അതായത് നമുക്കൊരു മാറ്റം ഉണ്ടാവണം അല്ലെ? ഒരു 3 വർഷം മുമ്പ് എങ്ങനെയാണോ നമ്മൾ എടുക്കുക അതേപോലെ തന്നെ എപ്പോഴും ഒരു മാറ്റവും ഇല്ല, അതേ ലെവലിൽ തന്നെ അടിയിൽ തന്നെ ഫോം വെച്ച് എടുക്കുള്ളൂ. പിന്നെ ഒരു മാറ്റവും ഇല്ല, പഴയ സ്റ്റൈൽ തന്നെ, പഴയ ബാക്ക്ഗ്രൗണ്ട്, പഴയ ഡ്രസ്സ് തന്നെ, അന്നത്തെ ഡ്രസ്സ് തന്നെ. അപ്പോ ആ രൂപത്തിലാവരുത്, ഒരു മാറ്റം നമുക്ക് ഉണ്ടാവണം. അപ്പോൾ വീഡിയോ ക്ലാരിറ്റി നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഓഡിയോയിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഓഡിയോകൾ പല ടൈപ്പ് സാധനങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഓഡിയോ അപ്പോൾ നമുക്ക് വയേർഡ് മൈക്ക് ആകാം, വയർലെസ് മൈക്ക് ആവാം. ചെറിയ ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാലൊക്കെ നമുക്ക് പിന്നെ മൈക്കുകൾ കിട്ടും. 800 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, 900 രൂപ കൊടുത്തു കഴിഞ്ഞാലൊക്കെ മൈക്കുകൾ കിട്ടും, നല്ല ക്ലാരിറ്റി ഉള്ള മൈക്കുകളൊക്കെ കിട്ടും.
അപ്പൊ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുക, കുറച്ചും കൂടിയും ഹെഡ്സെറ്റുകളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ എന്താണ് കുറച്ചും കൂടിയും ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടെ എന്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലെ? അപ്പോ ഇപ്പൊ സൗണ്ട് എങ്ങനെയുണ്ട്? ഇപ്പൊ സൗണ്ട് കൂടിയോ കുറഞ്ഞു? ക്ലാരിറ്റി പോയി, ക്ലാരിറ്റി കുറഞ്ഞു, ക്ലാരിറ്റി ക്ലാരിറ്റി ഒരു മുഴക്കം പോലെ. ഇതാണ് ശരിക്ക് എന്താണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു സൗണ്ട് അല്ലെ? അത് എന്റെ വെബ് ക്യാമിൽ ഉള്ള ഒരു സൗണ്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സൗണ്ട് ഇപ്പൊ സ്കാറ്റേർഡ് ചെയ്ത് പോവാണ് ഈ റൂമിലേക്ക് മൊത്തം. എനിക്ക് വരുന്ന സൗണ്ട് ഉണ്ടല്ലോ അവിടെ പോവാണ്, മൊത്തം ഈ റൂമിലേക്ക് പോവാണ്. അപ്പോ നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല അല്ലെ? അപ്പോ ഞാൻ എന്ത് ചെയ്തു, എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരാള് കഷ്ടപ്പെട്ട് എന്ത് ചെയ്യാണ്. ഇപ്പൊ ശരിയായില്ലേ? ഇപ്പൊ വന്നില്ല, തിരിച്ച് സൗണ്ട് വന്നില്ലേ? അപ്പൊ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരാള്, അദ്ദേഹം ഗൾഫിലുള്ള ഒരാളാണ്. ഇപ്പൊ റാഫി സാറില്ല, അല്ലെങ്കിൽ അമീർ സാറൊക്കെ അവിടെ പിന്നെ കഷ്ടപ്പെട്ടിട്ട് പിന്നെ ഓഫീസിലൊക്കെ ഇരുന്നിട്ട്, അതേപോലെ തന്നെ ഷെഫീഖ് സാറൊക്കെ എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് ബോസൊക്കെ ഇരിക്കുന്നുണ്ടാവും, ഇതിന്റെ ഇടയിൽ വന്ന് കേൾക്കണം. അപ്പൊ നമ്മളെ വോയിസ് എവിടെയാണ്? അവിടേക്ക് കിട്ടേണ്ട വോയിസ് മൊത്തം അപ്പുറത്ത് ചൊമ്പരയിൽ കൂടെ അപ്പുറത്തേക്ക് പോവാണ്, വരാന്തേക്ക് പോവാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവരുത്. മറിച്ച് എന്താണ്, അത് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് തന്നെ വിടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മൈക്ക് അങ്ങനെ നേരെ തന്നെ വെച്ചു, എന്റെ ഫുൾ സൗണ്ട് ഇതിൽ കൂടെ അങ്ങോട്ട് പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് കിട്ടേണ്ട സാധനം കറക്റ്റ് കിട്ടി. മറ്റേ എന്താണ് അല്ലെ? അപ്പൊ ജിയോ സാറും പിന്നെ ജിയോ സാർ ഇപ്പൊ പുറത്ത് വന്നിരിക്കും. അപ്പൊ പുറത്ത് വന്നിരുന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് മൊത്തം അവിടെ ഫ്രണ്ടിലുള്ള പൂന്തോട്ടത്തിലേക്ക് പോകും മൊത്തം സൗണ്ട്. അപ്പൊ അതിന് പകരം എവിടേക്ക് വരണം? ഓൺലൈനിൽ കൂടെ അങ്ങോട്ട് വരണം സൗണ്ട്. അപ്പൊ അത് അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ എന്താണ്, ഓരോ കാര്യങ്ങൾ അത് വെച്ചാൽ എല്ലാം ഒരുമിച്ച് നമ്മൾ ചെയ്യാന്നുള്ളതല്ല. പതുക്കെ ഇതിലൊക്കെ നമ്മൾ എന്താണ് ഒരു മാറ്റം കൊണ്ടുവരാം അല്ലെ? ഇടക്കിടക്ക് നമ്മൾ ഡ്രസ്സ് ഓടിക്കൂലേ, ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതേപോലെ ഓഡിയോ പിന്നെ നമ്മൾ ചെയ്യുക. അതേപോലെ തന്നെ നമുക്കത് പിന്നെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ, ഇപ്പൊ VN എഡിറ്റർ, ക്യാൻവ തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ പോസ്റ്റേഴ്സ്, പവർ പോയിന്റ് പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ സൂം ഹാൻഡ്ലിങ് നമ്മൾ പഠിക്കുക, വാട്സപ്പ് പഠിക്കുക. അതേപോലെ തന്നെ ഫേസ്ബുക്ക് എങ്ങനെ പിന്നെ ആഡ് റൺ ചെയ്യാന്നുള്ളത് പഠിക്കുക. വാട്സപ്പ് ഓട്ടോമേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമേറ്റ് ചെയ്യുന്ന കുറെ സംഭവങ്ങളുണ്ട്. അതൊക്കെ അതിന്റെ ഒരു ഹയർ ലെവലാണ്. അപ്പൊ ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് നമ്മൾ അറിയാത്ത. നമ്മൾ ആകെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനും ചാറ്റ് ചെയ്യാനും മാത്രമേ അറിയുള്ളൂ. നമ്മളിൽ നല്ല മൊബൈൽ ഉണ്ടാവും, സൂപ്പർ. നമ്മളെ കയ്യിൽ മൊബൈലിന്റെ പൈസ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ പറയാം 50,000, 60,000, 1,00,000 ഫോണാണെന്നൊക്കെ പറയാം. ഐഫോണിന്റെ 16 Pro Max ആണെന്നൊക്കെ പറയാൻ തന്നെ കിട്ടൂല ചിലപ്പോ. പക്ഷെ ആകെ ഫോൺ ചെയ്യും. പിന്നെ ആകെ എടുക്കണം ഇതില് പിന്നെ ഈ ടൈമർ, ഒരു ടൈം ഉണ്ട് ആപ്ലിക്കേഷന്റെ, ഒരു ടൈമിങ് നോക്കാം എത്ര ഏറ്റവും കൂടുതൽ നോക്കിയിട്ടുള്ളത്. അപ്പോ പിന്നെ ഒരു ദിവസത്തില് ചിലപ്പോ ഒരു 8-9 മണിക്കൂർ ഈ വാട്സപ്പ് തന്നെ ആയിരിക്കും നോക്കിയിട്ടുണ്ടാവുക. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ആപ്ലിക്കേഷൻ നോക്കിയിട്ടുണ്ടാവില്ല. എന്ന് വെച്ചാൽ ആകെ ഒരു വാട്സപ്പ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ 1,00,000 ഫോൺ വെച്ചിരിക്കുന്നത്. വേറെ ഒരു ഫീച്ചറും നമ്മൾ ഉപയോഗിക്കൂല, വേറെ ഒരു ഫംഗ്ഷനും നമ്മൾ ഉപയോഗിക്കൂല. അപ്പോ നമ്മൾ എന്താണ് കുറച്ചും കൂടിയും ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ വാട്സപ്പ് എല്ലാവർക്കും ആദ്യം നേരത്തെ അറിയാമായിരുന്നു. നേരത്തെ പറഞ്ഞാൽ GPay അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയും, ഞാൻ എന്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പ്രൊഫഷണൽ ട്രെയിനിങ്ങിന്റെ നിങ്ങൾക്ക് എടുക്കുന്ന കോഴ്സുകൾ പോലും ഞാൻ സ്വന്തമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ എവിടെയും പോയിട്ട് ഒരു ട്രെയിനർ കോഴ്സോ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സോ പഠിച്ചിട്ടില്ല. മറിച്ച് ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് ലേൺ ചെയ്തതാണ്. പുസ്തകങ്ങൾ വായിച്ചിട്ട്, മറ്റു കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട്, അതേപോലെ തന്നെ വീഡിയോസ് കണ്ട്, പിന്നെ ഓൺ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഗെയിൻ ചെയ്തിട്ടുള്ള ഓരോ സാധനങ്ങളെയും ഞാൻ കോണ്ടന്റ് ആക്കി, അങ്ങനെ ഓരോന്ന് എഴുതി വെച്ചാണ് ഞാനൊരു കോഴ്സ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇതേപോലെ തന്നെ എൻ്റെ ലൈഫിൽ ഞാൻ എഴുതാൻ പഠിച്ചിട്ടുണ്ട്, ഡിസൈൻ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ വാട്സപ്പ് ഓട്ടോമേഷൻ ആവട്ടെ, ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ ആവട്ടെ, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെയുണ്ടോ ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചതാണ്. അപ്പൊ ഇത് എല്ലാവർക്കും പറ്റും, എല്ലാവർക്കും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. അത് പറ്റാത്തതല്ല, നമുക്ക് എല്ലാവർക്കും പറ്റും. പക്ഷെ അതിനു വേണ്ടി നമ്മൾ തുനിഞ്ഞിറങ്ങുക എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെയുള്ള ഒത്തിരി എക്യുപ്മെന്റുകൾ ഉണ്ട്. അതിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓരോന്നും നമുക്ക് അത് ചിലപ്പോ ഓരോ ക്ലാസ്സുകളായിട്ട് നമുക്ക് പിന്നെ ചിലപ്പോ പഠിപ്പിക്കേണ്ടി വരും. അപ്പൊ അത് നമുക്ക് വിൽ ഡിസ്കസ്. അപ്പൊ ഓരോ ഓവറോൾ ഒരു ഐഡിയ ആണ് പറയുന്നത്. പിന്നെ കോഴ്സ് പ്രൈസിങ് ആണ്, മനസ്സിലായില്ലേ? കോഴ്സ് പ്രൈസിങ്. അപ്പോ കോഴ്സ് പ്രൈസിങ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 3 ലെവലില് കോഴ്സുകൾ ഉണ്ടാക്കാം. ഒന്ന് ലോ ലെവൽ,
ഒരു ലോ ലെവൽ കോഴ്സ്, ഒരു മിഡ് ലെവൽ കോഴ്സ്, ഒരു ഹൈ ലെവൽ കോഴ്സ്. ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ഒരു ക്ലാസ് ആണെങ്കിൽ അവര് നമുക്ക് ഒരു 500 രൂപ കൊടുത്തിട്ടൊരു ക്ലാസ്. അപ്പൊ അവർക്ക് എന്താണ് ഒരു 2 വീക്കിന്റെ ക്ലാസ് കൊടുക്കുന്നു. അപ്പൊ ഒരു ലോ ലെവൽ ക്ലാസ് ആണ്. പിന്നെ അവരെ വേണമെങ്കിൽ അവർക്ക് വീണ്ടും അതിന്റെ ഒരു മിഡ് ലെവലിലേക്ക്, അതിന്റെ ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. എന്താണ് ഒരു 2500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അഡ്വാൻസ്ഡ്. അപ്പൊ 2500 രൂപക്ക് അവർക്ക് എന്താണ് ഒരു 2 മാസത്തെ കോഴ്സ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ അവരെ വീണ്ടും അടുത്ത ഒരു ലെവലിലേക്ക്, അതിന്റെ ഒരു അഡ്വാൻസ്ഡ്, അതിനേക്കാൾ ഒരു പ്രീമിയം ലെവൽ വേണമെങ്കിൽ ഒരു വർഷത്തെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു ഹയർ ലെവലിലേക്ക്, അപ്പൊ ഒരു വർഷത്തേക്ക് ഒരു 10,000 രൂപ, അതല്ലെങ്കിൽ ലൈഫ് ടൈം വാലിഡിറ്റി സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ഒരു ഉദാഹരണം പറയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് എന്താണ് 3 ലെവലില് കോഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് കോഴ്സ് സെല്ലിംഗ് ആണ്. ലാസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. കോഴ്സ് സെല്ലിംഗ് ആണ്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, കോഴ്സ് സെല്ല് ചെയ്യും. സെല്ല് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് പല രൂപത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ. കോഴ്സ് സെല്ല് ചെയ്യുന്നതിന് പല കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് ഫണലാണ്, അവയർനെസ്, ഇൻട്രസ്റ്റ്, ഡിസയർ, ആക്ഷൻ. അതായത് ഫണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഇപ്പൊ നമ്മൾ വീഡിയോസ് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ വീഡിയോസ് ഇടുന്ന അവയർനെസ് ആണ്. അങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് കുറെ വീഡിയോസ് ഇടും. ഇപ്പോ നമ്മളുടെ തന്നെ കുറെ ട്രെയിനേഴ്സ് ടോക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാറുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ഇപ്പൊ ഇവിടെ തന്നെ നമുക്കറിയാം ജോസഫ് സാറ്, റയാൻ സാറ്, അങ്ങനെ കുറെ ആളുകളൊക്കെ എൻ്റെ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് അഡ്മിഷൻ എടുത്തവരാണ്. അപ്പൊ അവയർനെസ് കൊടുത്തു, അതിൽ കൂടെ ഇൻട്രസ്റ്റ് ആയി, ഡിസയർ ആയി, ആക്ഷനിലേക്ക് വരിക. ഇതൊരു ഫണൽ സിസ്റ്റം ആണ്. അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഫണലുകൾ ഉപയോഗിക്കാം. അതേപോലെ തന്നെ വെബിനാറുകൾ കണ്ടക്ട് ചെയ്യാം. വെബിനാറുകൾ, വാട്സപ്പ് ക്ലാസ്സുകൾ, ഇതൊക്കെ എന്താണ്, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, എൻഗേജ് ചെയ്യിപ്പിക്കുക. അവരുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അവർ നമ്മളുടെ കോഴ്സിലേക്ക് അട്രാക്ട് ചെയ്ത് വരും. മൂന്നാമത്തെ സിസ്റ്റം ആണ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്ന് പറഞ്ഞത്. കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കേവലം ഒരു സംഭവത്തെ നമ്മൾ പറഞ്ഞ് കൊടുത്തു വിടുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അവരെ വെച്ചിട്ട് നമ്മളൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യും. മനസ്സിലായില്ലേ? ആ കമ്മ്യൂണിറ്റി ഫോം ചെയ്യുമ്പോൾ ആ കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും. ഞങ്ങൾ ഇന്ന കമ്മ്യൂണിറ്റിയാണ്. അത് ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് സെല്ലിങ്ങിന്റെ ഒരു ഭാഗമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ രൂപത്തിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതാണ് അതിന്റെ ഒരു ജേണി എന്ന് പറഞ്ഞാൽ. മൈൻഡ് സെറ്റ്, നിഷ് സെലക്ഷൻ, കോണ്ടന്റ് റിസർച്ച്, കോഴ്സ് ക്രിയേഷൻ, സോഷ്യൽ മീഡിയ, എക്യുപ്മെന്റ് ടൂൾസ്, കോഴ്സ് പ്രൈസിങ്, കോഴ്സ് സെല്ലിങ്. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മളത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലിമെന്റേഷനിലേക്ക് വരണം. ആ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ടാവും. ഇതിപ്പോ ജസ്റ്റ് ഒരു ഓവർകം, ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓരോന്നും ഇന്നർ ലെവലിലേക്ക് പോകുന്ന സമയത്ത് ചെറിയ ചെറിയ രൂപത്തിൽ നമ്മൾ പഠിക്കേണ്ടി വരും. അത് നമ്മൾ പഠിച്ച് നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യുക. ഞാൻ ആദ്യം ഫസ്റ്റ് ഞാൻ ചെയ്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് വാട്സപ്പ് ക്ലാസ് ആണ്. മനസ്സിലായില്ലേ? വാട്സപ്പിൽ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരൊറ്റ ക്ലാസ്. എല്ലാ ദിവസവും ഉണ്ടാവില്ല. ഇതില് സജ്ജനൊക്കെ ഉണ്ട്. സജ്ജനക്കൊക്കെ അറിയാം. അത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ളതാണ്. സജ്ജനൊക്കെ ശരിക്കും എന്റെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിലേക്ക് വന്നത് എന്റെ ആ സ്കിൽ ടോക്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പൊ ആ ഗ്രൂപ്പിൽ ഞാൻ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു വോയിസ് രാവിലെ ഇടും. അതിന്റെ കൂടെ ഒരു പോസ്റ്ററും ഞാൻ ഉണ്ടാക്കിയിടും. മനസ്സിലായി? അന്ന് പറയുന്ന ആ ഒരു കാര്യം. പക്ഷെ അത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഞാൻ അതിന് മുമ്പ് രാവിലെ ഒരു 6 മണി മുതൽ 7 മണി വരെയൊക്കെ ഇരുന്ന് വായിക്കും. 1 മണിക്കൂറൊക്കെ വായിച്ചിട്ട് ആ വായിച്ചതിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമാണ് 5 മിനിറ്റ് ആക്കിയിട്ട് ഞാൻ രാവിലെ തന്നെ ഒരു 7 മണിക്ക് 8 മണിക്ക് മുമ്പായിട്ട് ആ ഗ്രൂപ്പിൽ ഇടാം. ലൈവിലാണ് ഇടാം. അത് തന്നെ ചിലപ്പോൾ ഞാൻ 2-3 റീടേക്ക് ഒക്കെ എടുത്തിട്ടായിരിക്കും ഞാൻ ചെയ്യുക. കാരണം ഒരൊറ്റ സ്ട്രെച്ചിൽ നമുക്ക് കിട്ടണമല്ലോ. ലൈവായിട്ട് വിടുന്നതാണ്. എന്നിട്ട് നമ്മൾ അതിന്റെ ഞാൻ പറഞ്ഞതിന്റെ ഒരു സംക്ഷിപ്തം ഒരു പോസ്റ്റർ ആക്കിയിട്ടും കൂടി ആ ഗ്രൂപ്പിലിടും. അത് ഞാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആകെ ഒരു 10ഓ 20ഓ ഒക്കെ ആളുകൾ ഉണ്ടായിരുന്നത്. പക്ഷെ അത് പിന്നീട് വലുതായി ഏകദേശം 1000-ഓളം വരുന്ന ആളുകളായി അതിലേക്ക് അട്രാക്ട് ചെയ്ത്. അപ്പൊ ഡെയിലി അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമുക്ക് കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടാണ് പ്രശ്നം. അതെല്ലാ ദിവസവും എത്ര ടീച്ചർമാർ എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഈ പ്രീ പ്രൈമറി ടീച്ചിങ്, അതേപോലെ തന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിലൊക്കെ ഉള്ള കുറെ ടീച്ചർമാർ എന്നെ പലപ്പോഴും വിളിക്കും. സാറിന്റെ ഡെയിലി ടോക്സ് ഞങ്ങൾക്ക് വളരെ ഉപകാരമാണ്. കാരണം ഞങ്ങൾക്ക് പലവിധ ടാസ്കുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആ ടാസ്കിനെ അവിടെ ടാസ്ക് ചെയ്യാൻ ചിലപ്പോൾ സാറ് പറയുന്ന വോയിസുകൾ ഞങ്ങൾ
അവിടെ ടാസ്ക് ആയിട്ട് ഞങ്ങൾ ചെയ്യും. സാറിന്റെ കോപ്പി അടിക്കും, കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ആളുകൾ എന്നെ മെസ്സേജ്, ചില ദിവസം ചില ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും പനിയൊക്കെ പിടിച്ചിട്ട് നമ്മൾ ഇടാൻ വൈകി കഴിഞ്ഞാൽ വിളിക്കും, എന്താ ഇടാത്തെന്ന്, വന്നില്ലല്ലോ, ഇത് കണ്ടില്ലല്ലോ എന്ന്. അതേപോലെ തന്നെ സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ റൈറ്റപ്പ് സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ആളുകൾ പിന്നെ ഇത് ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ ഇത് കൺസിസ്റ്റൻസിയുടെ ഭാഗമാണ്. അപ്പൊ ഇതേപോലെ നമ്മളിങ്ങനെ ചെറുതിൽ നിന്നാണ്, അപ്പൊ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് പിന്നെ നമ്മൾ ഇത്രയും വിശാലമായിട്ടുള്ള, നമ്മളിപ്പോ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയും പേരടങ്ങുന്ന ഒരു ട്രെയിനേഴ്സ് ക്ലബും വിംബിൾ അക്കാദമിയും അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കുറെ കോഴ്സുകളൊക്കെ രൂപപ്പെട്ടത് എന്ന് പറയുമ്പോൾ അതിന് അതിന്റെ തുടക്കം അതാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കുക, നമ്മളൊക്കെ അതിന്റെ പിന്നിൽ പോയി കഴിഞ്ഞാൽ നടക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആക്ഷൻ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയോ, എല്ലാ ദിവസവും ചെറിയ ചെറിയ ഓരോ സ്റ്റെപ്പുകൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒത്തിരി ദിവസം കഴിയുമ്പോൾ ഒരുപാട് സ്റ്റെപ്പുകളാവും. പക്ഷെ നമ്മൾ ആക്ഷൻ എടുക്കുന്നില്ല. നമ്മളിപ്പോഴും സ്റ്റിൽ വേറെ എന്തൊക്കെയോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. നമ്മൾക്ക് അതിന്റെ ഇടയിലും നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ അതിന്റെ ഇടയിൽ നമുക്ക് ഓരോ സ്റ്റെപ്പുകൾ എടുക്കാം. നമ്മൾ ഓരോ ദിവസവും എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരുപാട് ആളുകളെ വിളിക്കുന്നുണ്ട്, എത്ര തിരക്കുണ്ടെങ്കിലും ഒരു 10 റീലെങ്കിലും കാണാത്ത ആരുമില്ല അല്ലെ? എത്ര തിരക്കുണ്ടെങ്കിലും, ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ പോലും ചിലപ്പോൾ 10 റീല് നമ്മൾ കാണാതിരിക്കൂല അല്ലെ? ആ പോണ വഴിയിലെങ്കിലും വണ്ടിയിൽ ഇരുന്നിട്ട് കാണും അല്ലെ? ഒരു 10 റീലെങ്കിലും കാണാണ്ടിരിക്കൂല, ഒരു കോമഡിയെങ്കിലും കാണാണ്ടിരിക്കൂല. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനൊക്കെ നമുക്ക് സമയമുണ്ട്, നമ്മളത് കാണും, നമ്മുടെ ലൈഫിന്റെ ഭാഗമായിട്ട് മാറി. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളെ ആക്ഷൻ അവിടെ തന്നെ കിടക്കാണ്. നമ്മളെ ആക്ഷൻ എടുക്കാൻ നമ്മൾ തയ്യാറല്ല. അപ്പോ ഒരു വാട്സപ്പ് ഗ്രൂപ്പെങ്കിലും തുടങ്ങിയിട്ട് അതിലൊരു വോയിസ് എങ്കിലും ഇട്ട് നിങ്ങൾക്ക് ആളുകളുടെ ഹൃദയം കീഴടക്കാൻ പറ്റുകയാണെങ്കിൽ അതിൽ നിന്ന് തുടങ്ങാം അല്ലെ? അതിൽ നിന്ന് നിങ്ങൾ തുടങ്ങ്. അതല്ലാതെ നിങ്ങൾ ഇപ്പോഴേ തന്നെ ഒരു വലിയ ഓഫീസും അതിൻ്റെ ഉള്ളിൽ ഒരു വലിയ ചെയറും അതിന്റെ മുമ്പിൽ കോട്ടിട്ടിരിക്കുന്ന നിങ്ങളും ഇപ്പൊ തന്നെ നാളെ തന്നെ തുടങ്ങണമെന്ന് വിചാരിച്ച് എന്നാലേ നമ്മൾ തുടങ്ങൂ, എന്നാലേ ഇറങ്ങൂ എന്ന് പറഞ്ഞ് ഇരിക്കുന്നതിന് പകരം ഒരു വാട്സപ്പ് ഗ്രൂപ്പെങ്കിലും നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ കുട്ടികളും മാത്രം മതി, ഒരു ഗ്രൂപ്പെങ്കിലും നിങ്ങൾ തുടങ്ങ്. എന്നിട്ട് അതിൽ ഒരു വോയിസ് എങ്കിലും റെഗുലറി ഇടാൻ നോക്ക്. എന്നിട്ട് നിങ്ങൾ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ ആ ഡേ 1 ഡേ 2 ഡേ 3 എന്ന് പറയുന്ന ഡേ 30 വരെയുള്ള ടിക്ക് ഇട്ടിട്ട് അപ്രീഷിയേറ്റഡ് എന്ന് എഴുതിയിട്ട് ഒരു ഡയറി മിൽക്ക് വെച്ച് കളിക്കും. അപ്പൊ നിങ്ങൾക്കൊരു സക്സസ് ആയി. അപ്പൊ അങ്ങനെ ഒരു ഇംപ്രൂവ്മെന്റ് നമുക്ക് ഉണ്ടാവണം. നമ്മൾ മറ്റുള്ളവരുടെ ഗോളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുക. മാത്രമല്ല ഞാൻ അന്ന് പറഞ്ഞില്ലേ, അതായത് നമ്മൾക്ക് നല്ല പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് നല്ല ജോലി ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് കുറെ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റണം, നമുക്ക് കുറെ ആൾക്കാർക്ക് കാറ് മേടിക്കാനുള്ള പൈസ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം, കുറെ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ മാത്രമല്ല അവർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ അവർ വീട് വെച്ചോട്ടെ, അവര് വീട് വെക്കട്ടെ, അവരെ മക്കളെ അവർ നന്നായിട്ട് നല്ല സ്കൂളുകളിൽ പഠിപ്പിക്കുക, അവർ നല്ല വിദ്യാഭ്യാസം കൊടുക്കട്ടെ. നമുക്ക് മാത്രമല്ല അവർക്കും ഉണ്ടാവണം. അപ്പൊ അതിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കണം. നമ്മളുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ മക്കളാവട്ടെ, നമ്മളുടെ പിന്നെ കൂടെയുള്ളവരാവട്ടെ, നമ്മളെ സ്നേഹിക്കുന്നവരാവട്ടെ, നമ്മൾ നല്ലതിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്കും വളർച്ച ഉണ്ടാവുമല്ലോ. അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലെ, പല ആളുകളെയും നമ്മൾ കാണുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ കയ്യിലൊന്നും ഇല്ലാണ്ടായി പോയല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ കയ്യിലുണ്ടാവണം. കയ്യിലുണ്ടാകുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഇതേപോലെ നമ്മൾ നമുക്ക് നല്ല നിലയിൽ എത്താൻ പറ്റണം. അപ്പോ നല്ല രൂപത്തിലേക്ക് എത്താൻ പറ്റണം എന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, നല്ല രൂപത്തിൽ ആക്ഷൻ എടുക്കുക, നമുക്ക് നല്ലൊരു റൂട്ട് ഉണ്ടാവുക. അപ്പൊ ആ രൂപത്തിലേക്ക് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇതൊരു ഔട്ട്ലൈൻ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ? എന്തൊക്കെയാണ് മനസ്സിലായത്? അല്ലെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ, അഭിപ്രായങ്ങളൊക്കെ പറയാം. സാറിന്റെ സ്കിൽ ടോക്സിൽ ഫസ്റ്റ് എന്നെ ഒരാൾ എനിക്ക് ആ ഒരു ഗ്രൂപ്പ് ലിങ്ക് തന്നു, ഞാൻ കയറിയതാണ്. അപ്പൊ സാറിന്റെ ഫസ്റ്റ് ക്ലാസ് ഗ്രോത്ത് മൈൻഡ് സെറ്റും ഫിക്സഡ് മൈൻഡ് സെറ്റിനെ പറ്റി ഞാൻ അന്നാണ് ആദ്യമായിട്ടാണ് ആ ക്ലാസ് കേൾക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാനൊക്കെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ഞാൻ സാറിന് PM ഒരു മെസ്സേജ് ചെയ്തു. അന്നോ സാറിനെ വിളിച്ചു എന്ത് ചെയ്യാണ് എന്ന് ചോദിച്ചിട്ട്
സാറിനെ വിളിച്ച് സംസാരിച്ചു. ഓർമ്മിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോ പിന്നെ ഞാൻ അതിൽ നിന്നൊക്കെ ലെഫ്റ്റ് ആയി പോയി. പിന്നെ എപ്പോഴോ നിസാവും ഞാൻ ഒരു കോഴ്സിലുണ്ടായിരുന്നു. അപ്പൊ അവനിങ്ങനെ സാറിന്റെ കാര്യം എന്തോ പറഞ്ഞു. അവന് നമ്മുടെ ഗ്രൂപ്പിൽ സാറിന്റെ ക്ലാസ് സെയിം സംഭവം വന്ന് അവൻ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, നീ സ്കിൽ ടോക്സിലുണ്ടല്ലേ എന്ന് വെച്ചു. അവിടെ നിന്ന് കിട്ടിയതെടുത്ത് ഇപ്പുറത്ത് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. പിന്നീടാണ് സാർ എന്നെ പിങ്ക് ജോബിലേക്ക് സജസ്റ്റ് ചെയ്തത്. അവിടെ മുതലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും എന്റെ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തത് അവർക്ക് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടായിരുന്നു. ഇന്ന് അതിൽ ഒട്ടും സംസാരിക്കാത്ത സാധാരണക്കാരായ ലേഡി ഇന്നലെ ക്ലാസ് എടുത്തു. അവർക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻ ഉള്ള ഒരു ലേഡിയാണ്. അവരുടെ ഹസ്ബൻഡ് ഒരു ഇസ്ലാമിക് സ്കോളറാണ്. അപ്പൊ അവർക്ക് അത്രയ്ക്കും റെസ്ട്രിക്ഷൻ ഉള്ള ഒരു സ്ത്രീയാണ്. അവർ ഇന്നലെ ക്ലാസ് എടുത്തു. അപ്പൊ അത്രയും ഒരു ഡെവലപ്മെന്റിലേക്ക് കൊണ്ടെത്തിക്കാൻ എനിക്ക് സാധിച്ചു. അപ്പൊ സാറിന്റെ ആ ഇടപെടൽ അന്നൊരു സ്ട്രേഞ്ചർ ആയിരുന്നു, പക്ഷെ ഇന്ന് എല്ലാ അർത്ഥത്തിലും ഒരു വഴികാട്ടിയായി കൂടെ ഉണ്ട് എന്നുള്ളതാണ്. എനിക്ക് അറിയില്ല, സാറ് ഇപ്പം മെഹബൂബ് സാറ് തന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ കണ്ണ് നിറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതി അയച്ചിരുന്നു. അപ്പൊ അതാണ് ഞാൻ സാറിനെ ഫസ്റ്റ് പരിചയപ്പെടുന്നതും സാറ് വിളിക്കുന്നതും പിന്നെ പരിചയപ്പെടുന്നതും അങ്ങനെ തുടങ്ങിയ കുറെ സംഭവങ്ങൾ അതിലൂടെയാണ് ഇവിടം വരെ വന്ന് എത്തി. ഇന്ന് ഞാൻ വിംബിൾ അക്കാഡമിയുടെ ഒരു പാർട്ടായി മാറിയിരിക്കുകയാണ്. അതുപോലെ വിംബിൾ അക്കാഡമിയുടെ സാറിന്റെ ക്ലബിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ PM-ൽ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. മെഹബൂബ് സാറ് വന്നിട്ട് ഞാനൊരു പാട്ട് പാടട്ടെ എന്ന് വെച്ചപ്പോ നിങ്ങൾ പാടരുത്, കാരണം നിങ്ങൾ പാടിയാൽ നിങ്ങളുടെ ആ ഇമേജ് അവിടെ പൊളിയും, നിങ്ങളെ ഞാൻ അങ്ങനെ ഒരു ലൈക്ക് ബ്രദറെ പോലെ ഭയങ്കര ഇതായിട്ട് സംസാരിച്ചു. എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം അത്രയും എന്നെ അങ്ങനെ കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേ. അതോടുകൂടി ഞാൻ അതോടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അദ്ദേഹത്തിന്റെ വൈഫിനെ എന്നെ കണക്ട് ചെയ്ത് തന്നു. അവരുടെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് അവരെന്നെ ക്ഷണിച്ചു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അതൊക്കെ സാറിനോട് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരുപാട് കേസ്. ഇന്നലത്തെ ക്ലാസ് തന്നെ കേട്ടിട്ട് അതിന്റെ ഒരു ഇന്നലെ യൂനിസ് സാറിന്റെ ക്ലാസ് കേട്ടിട്ട് വന്നിട്ട് എനിക്ക് എന്നോടൊരാള് സംശയം ചോദിച്ചു. നമ്മുടെ പുതിയ ടീമിലെ ഒരാളാണ് ചന്ദ്രൻ. അപ്പൊ ആ വോയിസ് ഞാൻ യൂനിസ് സാറിന് അയച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് അത് എടുത്ത് ഒരു മീഡിയേറ്റർ ആയിട്ട് അവിടെയും ഞാൻ വർക്ക് ചെയ്തു. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ ക്ലബിൽ വന്നതിന് ശേഷം ഞാൻ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അന്തർധാര സജീവമാണ്. യെസ്. ക്ലബിനെ മറിച്ചിടോ? ക്ലബ് പറഞ്ഞു പോവോന്ന് സംശയമുണ്ട്. ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ സാധാരണ ജാസ്മിനാണല്ലോ രാവിലത്തെ ടാസ്ക് കൊടുക്കുന്നത്. രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ക്ലബ് ഗ്രൂപ്പ് കാണൂല ചിലപ്പോ. തീയിട്ടിട്ടുണ്ടാവും. ഓക്കെ. എന്തായാലും സന്തോഷം. എനിക്ക് ഓർമ്മയുണ്ട് ജാസ്മിൻ മാം വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഞാൻ പിന്നെ അന്ന് എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ജോയിൻ ചെയ്യുന്ന മിക്ക ആളുകളെയും പേരുള്ളവരൊക്കെ അപ്പൊ തന്നെ ഞാൻ സേവ് ചെയ്യും. പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം കോണ്ടാക്ട് ചെയ്യുക, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അതൊക്കെ എൻ്റെ ഒരു ശീലമായിരുന്നു. അപ്പോൾ ജാസ്മിൻ മാം ജോയിൻ ചെയ്തപ്പോൾ തന്നെ ജാസ്മിൻ ട്രിവാൻഡ്രെന്നോ അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ എനിക്കറിയാം ഓരോരുത്തർ ഏതൊക്കെ ഗ്രൂപ്പുകളുണ്ട്. ഞാനത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് നോക്കും. ഇവർ ഏത് ഗ്രൂപ്പിലൊക്കെ ഉള്ളത്, ഏത് ആളുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നു, ഇവരുടെ ഒരു മെത്തേഡ് എന്താണ്. പിന്നെ ഒരു പ്രാവശ്യം നിങ്ങൾ DP മാറ്റിയപ്പോൾ ഞാൻ ചോദിച്ചില്ലേ, നിങ്ങൾ സ്കിൽ നെസ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചില്ലേ. ഇങ്ങനെ ഓരോരുത്തരെ ഞാൻ ഇങ്ങനെ നോക്കും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് പറ്റാവുന്ന ടീമുകളാണോ എന്നൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കും. എന്നിട്ടേ നമ്മളിങ്ങനെ കൂടുതൽ അടുപ്പിക്കുള്ളൂ. അപ്പോ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്തായാലും സന്തോഷം, ആ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചതിൽ സന്തോഷമുണ്ട്. താങ്ക് യു ജാസ്മിൻ മാം. ബാക്കിയുള്ളവര്? ഇത് എക്സ്ക്യൂസ് മീ, ശ്യാം സുന്ദറാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഇപ്പൊ ഉപയോഗിച്ചില്ലേ ഇങ്ങനെ മൈൻഡ് മാപ്പിങ്ങോ, അതിന്റെ പേരെന്താണ്? അത് എവിടുന്നായിട്ട്? ഇതിന്റെ പേര് ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ, എന്താണ് പേര് നോക്കട്ടെ. മൈൻഡ് മെയ്സ്റ്റർ എന്നാണ് അതിന്റെ പേര്. മൈൻഡ് മെയ്സ്റ്റർ. പക്ഷെ ഇത് ഒരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ഓൺലൈൻ ആണ്. അതായത് പെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വൺ ടൈം പേയ്മെന്റ് ആണ്. അല്ല, ഇത് ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന അതിൽ നമുക്ക് 3 എണ്ണം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. 3 എണ്ണം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ 3 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ ഉപയോഗിക്കുന്ന വെച്ചാൽ ആ 3 എണ്ണത്തിൽ തന്നെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് അതിന്റെ ട്രീ, ഒരെണ്ണത്തിന് ഒരു വലിയ ട്രീ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് പിന്നെ അടുത്തതിന് വേറെ ട്രീ ഉണ്ടാക്കി വെക്കും. അങ്ങനെ അത് മാക്സിമം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ വേറെ ട്രീ ഉണ്ടാക്കുന്നതിന് പകരം
പിന്നെ അതിനെന്ത് ചെയ്യും, ഇങ്ങനെ ഒരെണ്ണത്തിൽ തന്നെ ഇങ്ങനെ ഡിഫറെന്റ് സാധനങ്ങൾ ഉണ്ടാക്കി വെക്കും. അപ്പൊ പിന്നെ വേറെ നമ്മൾ ഉണ്ടാക്കണ്ടല്ലോ. അതിന്റെ ഇത് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് സാറേ. ഇതൊന്ന് പഠിക്കേണ്ടതാണ് ശരിക്ക്. മൈൻഡ് മാപ്പ് ഈ സാധനം ഇപ്പൊ ഉണ്ടാക്കുന്ന കുറച്ചും കൂടിയും ഒരു അത് പഠിച്ചാൽ നല്ലതാന്ന് തോന്നുന്നു. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ, ഇങ്ങനെ കാണുമ്പോൾ. അതെ 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 ഓക്കെ ഓക്കെ, നല്ലതാണ്. ഓക്കെ, താങ്ക് യു ശ്യാം സർ. ബാക്കിയുള്ളവര് എന്താണെന്ന് എന്തെങ്കിലും മനസ്സിലായോ ക്ലാസ്സിൽ നിന്ന്? എന്തൊക്കെയാണ്, ഹൗ ഡു യു ഫീൽ? സാറേ, ഓൺലൈനിൽ എങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുള്ള ഒരു ചെറിയൊരു രൂപം മനസ്സിലായത്. അത് വലിയൊരു മേഖലയാണെന്ന് ഉണ്ട്. ചെറിയൊരു രൂപം മനസ്സിലായി. എങ്ങനെ നമ്മൾ ക്ലാസ് കൊടുക്കണം. നമ്മളെ ഇപ്പൊ ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത്, അല്ല വീഡിയോ എങ്ങനെ ഷൂട്ട് ചെയ്ത് ചെറിയ വീഡിയോസ് ആക്കി എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്റെ പുറകിലില്ലേ സാറേ? പിന്നെ അത് ഓരോന്നോരോന്നും നമ്മളിങ്ങനെ പഠിക്കേണ്ടി വരും. ഓരോ കാര്യങ്ങൾ നമ്മളെ അത് ഇങ്ങനെ അതിന്റെ ഓരോ പിന്നെ ഇപ്പൊ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നത്, പിന്നെ അതിനെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കുറെ അതിന്റെ റൈറ്റപ്പ്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ, അങ്ങനെ തുടങ്ങിയ ഓരോ കാര്യങ്ങളും. അത് പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് പോലെയല്ല ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ റെസൊല്യൂഷൻസിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. വിൽ ഡിസ്കസ്, നമുക്ക് നോക്കാം, പറ്റാവുന്ന പോലെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി ഡിസ്കസ് ചെയ്യാം. അതല്ലെങ്കിൽ അങ്ങനെ കോഴ്സുകൾ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരെ മാത്രം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മെന്ററിങ് പോലെ നമുക്ക് ചെയ്യാം. അതായത് കോഴ്സ് ചെയ്യാൻ അതായത് ഇപ്പൊ ഇവിടെ നമ്മൾ കുറെ ആൾക്കാരുണ്ടല്ലോ, അതായത് ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മാത്രം ഉണ്ടെങ്കിൽ, അവര് ഇപ്പൊ ഒരു 10 പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 10 പേർക്ക് മാത്രമായിട്ട് ഒരു ക്ലാസ് കൊടുക്കാം. അപ്പൊ അവിടെ നമുക്ക് A to Z കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അവിടെ ഈ വാട്സപ്പ് ക്ലാസ് മുതൽ വാട്സപ്പ് ക്ലാസ് വീഡിയോ എങ്ങനെ ഉണ്ടാക്കണം, വീഡിയോയില് പിന്നെ യൂട്യൂബ് മാത്രം ഒരു ക്ലാസ്, ഇൻസ്റ്റ ഫേസ്ബുക്കുകൾ മാത്രം ഒരു ക്ലാസ്, DP എങ്ങനെ ഉണ്ടാക്കണം, DPയിൽ തന്നെ DP ഡിഫറെന്റ് പിന്നെ മോഡലുകളിൽ നമുക്ക് ഉണ്ടാക്കാനുള്ള സോഫ്റ്റ്വെയറുകൾ, അതിന്റെ കാര്യങ്ങള്. പിന്നെ അതിങ്ങനെ വന്ന് സൂമിൽ എങ്ങനെ ഹാൻഡ്ലിങ്, വെബിനാർ എങ്ങനെ എടുക്കണം, വെബിനാറിൽ നമ്മൾ എങ്ങനെ ക്ലോസ് ചെയ്യണം, പിന്നെ ഇങ്ങനെ വന്ന് കോഴ്സ് പ്രൈസിങ്, സ്ട്രാറ്റജി, മൊഡ്യൂൾസുകൾ, പിന്നെ ആക്ഷൻ ടേക്കിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അത് ഓരോ, പിന്നെ നേരത്തെ പറഞ്ഞ വാട്സപ്പ് ഓട്ടോമേഷൻ, ഇങ്ങനെ തുടങ്ങി അങ്ങനെ അതൊരു ലോകമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളൊന്നും കാണാത്തൊരു സംഭവമാണ്. ഇതിൽ ഏറെക്കുറെ സാധനങ്ങളും എനിക്ക് അറിയുന്നതാണ്, ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. ഞാനത് മുമ്പേ ഇങ്ങനെ ഒരു സംഭവം പോലെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നമുക്കത് പറ്റിയ ആളുകൾ വേണം, അതായത് ആക്ഷൻ എടുക്കുന്ന ആളുകൾ വേണം. വെറുതെ ക്ലാസ് എടുത്ത് പോയിട്ട് കാര്യമില്ല. തുടങ്ങിയ നല്ലതായിരുന്നു സാറേ. ഓക്കെ, നോക്കാം. ഞാനൊന്ന് നോക്കട്ടെ, ട്രൈ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ബാക്കി പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്താണ് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും. സാർ തന്നെ സെറ്റ് ആക്കുമോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ഒരു സംഭവം ഇടാം. അതായത് ഇത് വെറുതെ ഇങ്ങനെ ഒരു ക്ലാസ് കേൾക്കാന്നുള്ള ഇതിൽ കാര്യമില്ല. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ക്ലാസ്സിൽ പിന്നെ വന്ന് അത് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ നമുക്ക് എന്താണ്, അതിന് നമുക്കൊരു ഗ്രൂപ്പ് പോലെ ഉണ്ടാക്കി ഒരു ചെറിയ ഫീ ഒക്കെ വെച്ച് നമുക്ക് എന്താണ് അതിൽ ക്ലാസ്സുകളൊക്കെ കൊടുത്ത്, അതായത് പ്രൊഫഷണൽ ട്രെയിനിങ് പോലെ തന്നെ സമാനമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ചിലപ്പോൾ ഒരു 10-20 ക്ലാസ്സുകളൊക്കെ വേണ്ടി വരും. എത്രത്തോളം വേണമെന്ന് ഈവൻ നമുക്ക് പവർ പോയിന്റ് ഡിസ്കസ് ചെയ്യാം, പോസ്റ്റർ മേക്കിംഗ് ഡിസ്കസ് ചെയ്യാം, വീഡിയോ എഡിറ്റിംഗ് ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെ ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ് ആയിട്ട് തന്നെ നമുക്ക് രൂപപ്പെടുത്തി A to Z അല്ലേ, അങ്ങനെ ഒരു സംഭവം എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. വിൽ ഡിസ്കസ്. സംഭവം പഠിപ്പിക്കാൻ കംപ്ലീറ്റ്ലി ഞാൻ ഓക്കെയാണ്. പക്ഷെ അത് ടൈമിങ് മാത്രമേ എനിക്ക് അതിന്റെ ഒരു ഇതുള്ളൂ. അപ്പൊ അത് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ എങ്ങനെ ആഡ് കൊടുക്കണം, ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആണ്. ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ആളുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റും. അട്രാക്ട് ചെയ്ത് നമ്മളൊന്ന് ആലോചിക്കാം, നമ്മൾ 1 മണിക്കൂറൊക്കെ നമുക്ക് ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ നമ്മൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോ ഞാൻ എന്തായാലും ഇന്ന് ഗ്രൂപ്പിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, താല്പര്യമുള്ളവരെ ഞാൻ ചോദിച്ചിട്ട് ഗ്രൂപ്പിലേക്ക് ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ പേഴ്സണലി എന്നെ അറിയിച്ചാൽ മതി. അപ്പൊ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്തിട്ട് താല്പര്യമുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. വേറൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ട് അവിടെ നമുക്ക് നോക്കാം അതുമായി ബന്ധപ്പെട്ട് കേട്ടോ.
അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ ഒരു ഓവറോൾ ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോ ഇനി എന്തെങ്കിലും അതിൽ സംശയങ്ങളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സംശയങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? നമ്മള് 1 മണിക്കൂർ ഞാൻ ഉദ്ദേശിച്ചു, പക്ഷെ പറഞ്ഞ് ഇങ്ങനെ കുറെ പോയി. ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു കാര്യങ്ങളായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പോ ക്ലിയർ ആയിരുന്നോ? ഒന്നും ഇല്ലെങ്കിലും ക്ലിയർ ആയിന്നെങ്കിലും പറയുമെന്ന്. ക്ലിയർ ആയെന്ന് മനസ്സിലായി? ക്ലിയർ ആയി സർ, ക്ലിയർ ആയി. ക്ലിയർ